Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റർ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 229 ലൈവ് വെബിനാറാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് സമാരംഭിക്കുന്നത്. നമ്മളെ എല്ലാ തവണയും നമ്മുടെ വെബിനാർ ആരംഭിക്കുന്ന പാട്ടും പ്രാർത്ഥനയുമായിട്ടാണ്. ഇന്ന് പാട്ട് പാടുന്നതിനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ശ്രീ അരുൺ ഫിലിപ്പിനെയാണ്. അദ്ദേഹം ഷാർജയിലായിരുന്നു ഇതുവരെ. ഇന്നാണ് അദ്ദേഹം ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. കുടുംബമായിട്ട് ഇന്ന് നാട്ടിൽ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ച് ഗാനം ആലപിക്കാമെന്ന് സമ്മതിച്ചു. ശ്രീ അരുൺ ഫിലിപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു നല്ല പാട്ടുകാരനും ഒപ്പം ഗാനരചയിതാവൂടാണ്. 2021 അദ്ദേഹം എഴുതിയ ഒരു ഗാനം മാരാമൺ കൺവെൻഷനിലെ കരുതലിൻ കരമെന്നുള്ള ഗാനം മാരാമൺ കൺവെൻഷനിൽ വന്നതാണ് 2021. അതുപോലെ തന്നെ മരുഭൂമിയിലെ മാരാമൺ എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം അബുദാബി വെച്ച് കാണുന്ന അബുദാബിയിലെ മരുഭൂമിയിലെ മാരാമണ്ണിലും അദ്ദേഹം എഴുതിയ ഒരു ഗാനം അവര് സെലക്ട് ചെയ്ത് അവിടെ ആലപിച്ചായിരുന്നു. അനവധി ഗാനങ്ങളെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷാർജ ക്വയറിലൊക്കെ അംഗമായിരുന്നു. ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പാട്ട് പാടാവുന്ന ഏറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഗാനം ആലപിക്കാൻ, അദ്ദേഹം കുടുംബമായിട്ടാണ് പാട്ട് പാടുന്നത്. അദ്ദേഹത്തിനെയും കുടുംബത്തെയും ഗാനം ആലപിക്കുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ഗാനം ആലപിക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട വിൽസൺ ചായനോടും മറ്റ് എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായിട്ട് തന്ന ഈ ജീവിതത്തിന്റെ കുടുംബം അനുഗ്രഹമാക്കി തന്ന കുടുംബജീവിതത്തിന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഗാനമാണ് ഇന്ന് ആലപിക്കുന്നത്. ഇത് ഞാൻ രചിച്ച് ശ്രീ ബെൻസി അകമുറ്റം, നമ്മുടെ അഡ്മിൻ പാനലിലുള്ള ബെൻസി അകമുറ്റം സംഗീതം നൽകിയ മരുഭൂമിയിലെ മാരാമൺ എന്ന കൺവെൻഷനിൽ, ഒരു ദിവസത്തെ ഒരു കൺവെൻഷൻ ആയിരുന്നു. ആ കൺവെൻഷനിൽ പ്രത്യേകം ഷാർജ പള്ളിയിൽ നിന്ന് ഒരു ഗാനമാണ് സെലക്ട് ചെയ്തത്. അത് ഈ ഗാനമാണ്. അത് ആണ് ഇവിടെ ആലപിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഭംഗിയായിട്ട് പാടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ ദാനമാം എൻ കുടുംബത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. എന്റെ രോഗങ്ങൾ അവൻ വഹിച്ചു, എന്റെ വേദനകൾ അവൻ ചുമന്നു. എന്റെ രോഗങ്ങൾ അവൻ വഹിച്ചു, എന്റെ വേദനകൾ അവൻ ചുമന്നു. ഇത്ര നൽ സ്നേഹത്തെ നൽകിയ നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. ഇത്ര നൽ സ്നേഹത്തെ നൽകിയ നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. ദൈവത്തിൻ ദാനമോ എൻ കുടുംബത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. എൻ മനം ഭാരത്താൽ നുറുങ്ങിയപ്പോൾ നൽ സഖിയായെന്നും ചാരയുണ്ട്. എൻ മനം ഭാരത്താൽ
നുറുങ്ങിയപ്പോൾ നൽസഖിയായെന്നും ചാരയുണ്ട്. വലങ്കരത്താൽ എന്നെ വഹിച്ചിടും നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. വലങ്കരത്താൽ എന്നെ വഹിച്ചിടും നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. ദൈവത്തിൻ ദാനമാം എൻ കുടുംബത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കാ. നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കാ. എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം എൻ ജീവനാഥനായി ജീവിച്ചിടും. എന്റെ ആയുസ്സിൻ നാളുകളെല്ലാം എൻ ജീവനാഥനായി ജീവിച്ചിടും. ഞങ്ങൾക്കായി പ്രാണൻ നൽകിയ നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾക്കായി പ്രാണൻ നൽകിയ നാഥനെ കുടുംബമായി ഞങ്ങൾ ആരാധിക്കും. ദൈവത്തിൻ ദാനമാം എൻ കുടുംബത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. നന്ദിയോടെ ഞങ്ങൾ പാടിടുമേ നീ ചെയ്ത നന്മകൾക്കായി. താങ്ക് യു വെരി മച്ച്. വളരെ ഭംഗിയായിട്ട് വളരെ അർത്ഥവത്തായ ഈ ഗാനം ആലപിച്ചതിന് പ്രത്യേക നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. കൂടുതൽ ഗാനങ്ങൾ രചിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെയാണ്. ജോർജ് യോഹന്നാൻ സാറിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ എല്ലാ വെബിനാറുകളിലും പങ്കെടുത്ത് സജീവമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ദുബൈ പാരീഷിന്റെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളുടെ കൂടെയുള്ളയാളാണ്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ജോർജ് യോഹന്നാൻ സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയ കർത്താവേ, ക്രിസ്മസിന്റെ പ്രകാശം ഭൂമിയിൽ എങ്ങും മിന്നിത്തിളങ്ങുന്ന ഈ കാലത്ത് ലൈറ്റ് ടു ലൈറ്റൻ എന്ന മാർ തോമസ് സ്റ്റഡി ഫോറത്തിന്റെ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് പതിവ് പോലെ കൂടി വരുവാൻ സഹായിച്ചതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങളാൽ ഞങ്ങളെ കൂടുതൽ പ്രകാശിതരാക്കണമേ. ആ പ്രകാശം മറ്റുള്ളവരിലേക്കും പകരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ശക്തി തരണമേ. ഇന്നത്തെ പഠനത്തിന് നേതൃത്വം വഹിക്കുന്ന പ്രിയ ഷിജു അലക്സ് സാറിന് വേണ്ടി പ്രത്യേകമായി കൂടുതൽ പ്രാഗൽഭ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പഠന കളരിക്ക് സഹായം ചെയ്യുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. നല്ല മധുര ഗാനങ്ങൾ പാടി ഞങ്ങൾ കേൾപ്പിച്ചതായ കുടുംബത്തിനു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ. താല്പര്യത്തോടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഇത് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ജാതം ചെയ്ത യേശു കർത്താവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമീൻ. താങ്ക് യു വെരി മച്ച് സാറ്. ജോർജ് സാർ എപ്പോഴും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. നന്നായിട്ട് അത് നിർവഹിച്ചതിന് പ്രത്യേകം വീണ്ടും നന്ദി കരയറ്റുന്നു. നമ്മുടെ ഇന്നത്തെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനെയാണ്. സുനിൽ ഡി അച്ഛൻ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഹയാത്രികൻ തന്നെ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് അച്ഛൻ തുടക്കം മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അനേക തവണ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിക്കുകയും അതിലൊക്കെയും സന്തോഷപൂർവ്വം സംബന്ധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇന്നും അച്ഛനോട് വളരെ റിക്വസ്റ്റ് ചെയ്ത്, അച്ഛൻ തിരക്കിലൊക്കെ ആയിരുന്നു എങ്കിലും അച്ഛൻ മോഡറേറ്ററായിട്ട് ഇരിക്കാൻ സമ്മതിച്ചു.
അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇതുപോലുള്ള സൂം പ്ലാറ്റ്ഫോം നല്ലപോലെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. കോവിഡിന്റെ തുടക്കം തൊട്ടേ, ആ കാലഘട്ടം തൊട്ടേ പല ഇടവകകളിൽ കൂടി അച്ഛന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ വെബിനാറുകളും മീറ്റിങ്ങുകളും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അതിനുശേഷം അച്ഛൻ ബോധന എന്ന പേരിലെ ഒരു ബൈബിൾ സ്റ്റഡി സൂമിൽ കൂടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഇടയ്ക്ക് ഒന്ന് മുടങ്ങിയെങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഇപ്പോൾ ബോധനയുടെ ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. അച്ഛൻ അതിന്റെ ചുമതല വഹിക്കുന്നുണ്ട്. അതുകൂടാതെ അത്യാവശ്യം സാമൂഹിക വിഷയങ്ങളിലൊക്കെയും അച്ഛൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലപോലെ അച്ഛൻ്റെ ദൗത്യം അനുസരിച്ച് അച്ഛൻ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അച്ഛനെ മോഡറേറ്റർ ആകുവാനായിട്ട് ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. എന്നെ സ്വാഗതം ചെയ്ത വിൽസൺ സാർ, ഇന്നത്തെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന ഏവരുമേ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ ഈ സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം 228 വ്യത്യസ്തമായ വിഷയങ്ങൾ, ചില വിഷയങ്ങൾ വളരെ ഒരു സീരീസ് ആയിട്ട് പഠിച്ച വിഷയങ്ങളുണ്ട് എങ്കിൽ പോലും 228 തവണ ഇതുപോലെ കൂടി വരുവാൻ ദൈവം സഹായിച്ചു. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് സാധിക്കുക എന്ന് പറയുന്നത് ഒരു അസൂയാവഹമായ കാര്യമാണ്. ഞാനിത് തുടങ്ങിയിട്ട് ഇടയ്ക്ക് നിർത്തിയ ആളാണ്. ഇത് വീണ്ടും പലരും ആവശ്യപ്പെട്ടതിന് വെളിച്ചത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി, ഒരു സ്റ്റഡി ഫോറമായിട്ട് ഇന്നലെ മുതൽ അത് വീണ്ടും പുനരാരംഭിക്കാനായിട്ട് സാധിച്ചു. ഇതിന്റെ പിന്നിലെ പ്രയത്നം, അത് ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കുന്ന നമുക്ക് പറയുന്നതിനേക്കാൾ വളരെ ഒരു കഠിന പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വിൽസൺ സാറിനെയും ടീമിനെയും ഞാൻ പ്രാരംഭമായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ 229ാമത് വെബിനാർ ഒരു വ്യത്യസ്തമായ വിഷയം അത് പഠിക്കാനുള്ള അവസരം കൂടിയാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ അച്ഛന്മാർ, അച്ഛനെ പോലുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമുക്ക് നൽകുന്നത് ഷിജു അലക്സ് സാറാണ്. നമ്മളിത് പഠിക്കുന്ന വിഷയം രേഖകളുടെ ഡിജിറ്റൈസേഷനും ഗുണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാണ്. വിൽസൺ സാർ എന്നെ മോഡറേറ്ററായിട്ട് വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ, ഈ വിഷയം എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രോ പറയാൻ പോലും ഉള്ള അറിവ് എനിക്കില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഡിജിറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവെർട്ടിങ് അനലോഗ് ഇൻഫർമേഷൻ ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് വായിക്കാനിടയായിപ്പോയി. ടെക്സ്റ്റ് ഇമേജസിനെ ഡിജിറ്റൽ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഭാഷയിലേക്ക് മാറ്റി സൂക്ഷിക്കുവാനും തിരിച്ച് അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാനും സഹായിക്കുന്ന രീതിയിൽ അതിലൊരു പ്രക്രിയ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷിജു അലക്സ് സാറ് അത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് മോഡറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഒരു അറിവില്ലായ്മയുടെയും പച്ച മലയാളത്തിൽ പറഞ്ഞ വകതിരിവില്ലായ്മയുടെയും ഒക്കെ ഫലമായിട്ട് നമുക്ക് ലഭിച്ച ഒത്തിരി പൂർവികമായി ലഭിച്ച, അല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച ഒത്തിരി രേഖകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതത്തിന്റെയും സാഹിത്യത്തിന്റെയും ചരിത്രത്തിന്റെയും അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല മേഖലകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ രേഖകൾ, അത് നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയാത്ത കാര്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മേഖലകളിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു കുടുംബ ചരിത്രം എടുത്താലും, കുടുംബത്തിന്റെ തന്നെ ആയാലും, വ്യക്തിപരമായ പല കാര്യങ്ങളായാൽ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി വീണ്ടെടുക്കാൻ കഴിയാത്ത എത്രയോ രേഖകളുണ്ട് എന്ന് പറയുന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ശരിയായ പരിപാലനവും അവയുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ, വരും തലമുറയ്ക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ പറഞ്ഞ ചരിത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഷയുടെ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഇത് ഉപയോഗിക്കത്തക്കവണ്ണം ഇതിനെ കാത്ത് സംരക്ഷിക്കേണ്ടത്, അതിനെ ശരിയായ ഒരു ഫോർമാറ്റിൽ സൂക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. അതിന് സഹായകരമായ ഒരു പ്രക്രിയ
ഡിജിറ്റൈസേഷൻ. രണ്ട് വാക്കുകൾ, ഡിജിറ്റൈസേഷൻ ഡിജിറ്റലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസവും സാറ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഡിജിറ്റൈസേഷൻ പ്രക്രിയയിലൂടെ ഇത് സംരക്ഷിക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ഉൾപ്പെടുന്ന ഒരു സഭയുമായുള്ള ബന്ധത്തിൽ സഭകളുടെ ഇടയിൽ ഒക്കെ എന്തുമാത്രം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ആഴമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? പ്രായോഗിക ആവിഷ്കാരം, അതിന്റെ ഒരു പ്രാക്സിസ്, പ്രായോഗിക തലത്തിൽ നമുക്ക് എത്രമാത്രം നമുക്കതിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന പലർക്കും സംശയമുണ്ട്, അഡ്മിന്മാരിൽ അതിന്റെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഈ വിഷയം പഠിക്കുന്നതിനും നമുക്ക് ഏതെല്ലാം തലങ്ങളിൽ ഈ അറിവ് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇന്നത്തെ വെബിനാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നേതൃത്വം നൽകുന്നത് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഷിജു അലക്സാർ. അദ്ദേഹത്തിന്റെ സ്വദേശം പാലക്കാട് കരിമ്പ എന്ന് പറയുന്ന സ്ഥലമാണ്. പാലക്കാട് കരിമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പലതവണ പോയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒത്തിരി പ്രഗത്ഭരായുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് സമൂഹത്തിന്റെ വ്യത്യസ്തമായ ധാരകൾ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആ രീതിയിൽ ഈ രംഗത്ത് ഈ ഡിജിറ്റൈസേഷൻ പ്രക്രിയയിൽ അതിന് സഹായകരമായ രീതിയിൽ നൽകുന്ന ഒരു വ്യക്തി ഷിജു അലക്സാറിനെ നമുക്ക് പരിചയപ്പെടുവാനും കാണുവാനും പ്രഭാഷണം കേൾക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്ന വളരെ സന്തോഷമുള്ള കാര്യം. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം കേരള സമൂഹത്തിനും മലയാള ഭാഷയ്ക്കും നമ്മുടെ അനവധി അമൂല്യമായ രേഖകൾ അത് ഡിജിറ്റൈസ് ചെയ്ത് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ലോക മലയാളിക്ക്, ലോക സമൂഹത്തിന് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആരംഭിച്ച വലിയൊരു വെബ്സൈറ്റ് ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആർക്കൈവ് എന്നൊക്കെ പറയുവാൻ കഴിയുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഗ്രന്ഥപുര. അതിൻ്റെയൊക്കെ ഒരു പ്രയോജനം ഞാനും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ പലരുമൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ. അതിന്റെ പിന്നിലെ കരം അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഷിജു അലക്സാർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് എനിക്ക് തോന്നുന്നു ഏതൊരു സെഷനില് ഒരു പാനൽ ചർച്ചയിൽ ഷിജു അലക്സാർ വന്ന സന്ദർഭത്തിൽ ഷിജു അലക്സാറിനെ എനിക്ക് അന്ന് പാനൽ ചർച്ചയിൽ വേറെ ഒരു ഗ്രൂപ്പിന്റെ ആണെന്ന് തോന്നുന്നു അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും അപൂർവമായ അനവധി രേഖകളുടെ അതിലൂടെ നമുക്ക് അതിന്റെ ഗ്രന്ഥങ്ങൾ മലയാളികൾക്ക് ലഭ്യമായ രീതിയിൽ ധാരാളം രേഖകൾ ലഭ്യമായ രീതിയിലാണ് ഈ ഗ്രന്ഥപുര എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ ആർക്കൈവിലൂടെ അതിന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 4300-ൽ പരം രേഖകൾ, 4,20,000-ൽ പരം പേജുകൾ ഇതിനോടകം ഷിജു സാർ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ഏറെ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. എന്നാൽ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു അർപ്പണബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാറിന്റെ അർപ്പണ മനോഭാവത്തെ അതിനു മുൻപിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ ശിരസ് നമിക്കുകയാണ്, സാറിനെ അഭിനന്ദിക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം, സാഹിത്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി ആദിയായ വിഷയങ്ങൾ അത് വളരെ ആഴമായി മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഗവേഷണം നടത്തുന്നതിന് സഹായകരമായ രീതിയിലുള്ള രേഖകൾ അത് ഡിജിറ്റൈസ് ചെയ്യുവാൻ സാറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാറിന്റെ ശ്രമം ഏറെ ഫലകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 15 വർഷത്തോളം ABB എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ വളരെ ഉന്നതമായ നിലയിൽ പ്രവർത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ജോലി രാജിവെച്ച് ഫിസിക്സിൽ, ഭൗതികശാസ്ത്രത്തിൽ ബിരുദധാരിയായ ഷിജു അലക്സാർ ഇപ്പോൾ പൂർണ്ണ സമയം ഈ ഡിജിറ്റൈസേഷൻ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ടറായും ചീഫ് ആർക്കിവിസ്റ്റ് ആയിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയുടെ അംഗം കൂടെയാണ്. ഇന്ന് ഈ ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമുള്ള ഈ വിഷയം നമുക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ വളരെ സിമ്പിളായി പറയുവാൻ തക്കവണ്ണം അതിന്റെ പ്രയോജനം, അതിന്റെ ആവശ്യകത, ഇതൊക്കെ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുവാനും അതിന്റെ പ്രക്രിയയിലൂടെ ലഭ്യമാകുന്ന പ്രയോജനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക്
പറഞ്ഞു തരുവാനും നമ്മോടൊപ്പം ആയിരിക്കുന്ന ഷിജു അലക്സ് സാറിനെ ഈ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 229ാമത് സെഷനിലേക്ക് വളരെ ഹാർദമായ അഡ്മിന്മാരുടെ പേരിലും ഇതിൽ പങ്കെടുക്കുന്ന എവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇതിൽ നമുക്കറിയാം ലൈറ്റ് ടു ലൈറ്റൺ ഈ ഫോറത്തെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ കാലങ്ങളൊക്കെ ആയതുകൊണ്ട് പള്ളികളിൽ കരോൾ റൗണ്ട്സ് അതുപോലുള്ള പല കാര്യങ്ങളും ഒക്കെ മുഴുകിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇന്ന് ആളുകൾ അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇത് സംബന്ധിക്കുന്നു. പഠനം വളരെ ഗൗരവമായി എടുക്കുകയും ആഴമായി അതിനെ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സമൂഹമാണ്. നിങ്ങളെല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഷിജു അലക്സ് സാറ് നമ്മോട് ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതാണ്. ഓവർ ടു ഷിജു അലക്സ് സാർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു സെഷനിലേക്ക് എന്നെ ക്ഷണിച്ച വിൽസൺ സാറിനോടും മറ്റ് സംഘാടകരോടും എനിക്കുള്ള നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ രണ്ട് ക്ഷമാപണം നടത്തട്ടെ. ഒന്ന്, എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയുടെ അസുഖങ്ങളും മറ്റുമൊക്കെ ഞങ്ങളുടെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്കിലും സെഷൻ നന്നായി തീരുവാന് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. പിന്നെ ഈ സെഷനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ന് പറയുന്ന വാക്കുകൾ ധാരാളം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇപ്പോൾ ഒരു 15 വർഷത്തോളം ആയെങ്കിൽ ഈ പദ്ധതി ഒരു 12 വർഷത്തോളം ഈ പദ്ധതി നടത്തിയത് ഏകദേശമൊക്കെ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നതാണ്. ഞാൻ ഈ സെഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ സെഷനിൽ ഞാൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങള് ധാരാളമുണ്ട്. പക്ഷെ ഈ വിൽസൺ സാറ് എൻ്റെ അടുത്ത് ഈ സെഷനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിയപ്പോൾ തന്നെ ഈ ഡിജിറ്റൈസേഷന്റെ പ്രാധാന്യം എന്താണ്, ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഒന്ന് പറയണം എന്നുള്ളത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഇതിനകത്ത് അല്പം വിശദമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനു പുറമെ ഈ ഗ്രന്ഥപുര പദ്ധതിയുടെ ചരിത്രവും ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഏതാണ്ട് 8-10 വിഷയത്തോളം ഇതിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ ഓരോരോ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം വ്യക്തിപരിചയം. എൻ്റെ പേര് ഷിജു അലക്സ്. ഇതിന് പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലുള്ള കരിമ്പയാണ് എൻ്റെ സ്വദേശം. നിലവിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകം സൂചിപ്പിച്ച ഇന്ത്യൻ ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് സംഘടനയുടെ ഡയറക്ടറായിട്ടും ചീഫ് ആർക്കൈവിസ്റ്റായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ മാതൃ ഇടവക പാലക്കാട് ജില്ലയിലുള്ള കരിമ്പ സെന്റ് തോമസ് മാർത്തോമ ഇടവകയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയിൽ കൂടുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളും. അവരോടൊപ്പം ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ ആർക്കൈവിംഗ്, ഡിജിറ്റൈസേഷൻ അതിനെക്കുറിച്ചൊരു ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. ആർക്കൈവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആർക്കൈവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന മാതിരി പുസ്തകങ്ങൾ, കയ്യെഴുത്ത് രേഖകൾ, ഫോട്ടോഗ്രാഫുകൾ തുടങ്ങി പ്രാഥമിക സ്രോതസ്സുകൾ ഹാർഡ് കോപ്പിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഇടമാണ് ഫിസിക്കൽ ആർക്കൈവ്. ഇത്തരം ആർക്കൈവിലേക്ക് രേഖകൾ ശാസ്ത്രീയമായിട്ട് ചേർക്കുന്ന പ്രക്രിയയാണ് ആർക്കൈവിംഗ്. നമ്മുടെ പരമ്പരാഗത ലൈബ്രറികളിലൊക്കെ നടക്കുന്ന ഈ പരിപാടി, അവിടെയൊക്കെ ആർക്കൈവുകളുണ്ട്. അതിൽ നടക്കുന്ന ഈ പ്രക്രിയയാണ് പുതിയ ആർക്കൈവിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഡിജിറ്റൽ ആർക്കൈവ് കുറച്ചുകൂടെ അടുത്ത തലത്തിലുള്ളതാണ്. ദീർഘകാല സംരക്ഷണത്തിനും പുനരുപയോഗത്തിനുമായിട്ട് ഹാർഡ് കോപ്പി ആയിട്ടിരിക്കുന്ന പുസ്തകങ്ങൾ, കയ്യെഴുത്ത് രേഖകൾ, താളിയോലകൾ, ഓഡിയോ, വീഡിയോ തുടങ്ങി വിവിധ സംഗതികൾ
ശേഖരിക്കുന്ന ഇടമാണ് ഡിജിറ്റൽ ആർക്കൈവ്. ഇതിലെത്തിക്ക് രേഖകള് ഡിജിറ്റൈസ് ചെയ്ത് ചേർക്കുന്ന പ്രക്രിയയാണ് പൊതുവെ ഡിജിറ്റൽ ആർക്കൈവിംഗ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ ഈ പ്രക്രിയയെ പൊതുവെ പൊതു ഇടങ്ങളിൽ അറിയപ്പെടുന്നത് ഡിജിറ്റൈസേഷൻ എന്നാണ്. ഇതിന് പല തലങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ഒരു ഫിസിക്കൽ ആർക്കൈവും ഡിജിറ്റൽ ആർക്കൈവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, ഫിസിക്കൽ ആർക്കൈവിൽ നിങ്ങൾക്കറിയാം, രേഖകൾ പരിശോധിക്കാൻ അതുള്ള രാജ്യത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് നിങ്ങൾ നേരിട്ട് പോകണം. അതിനായി നിരവധി അനുമതികൾ നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഗ്രന്ഥപുരയെ പോലുള്ള ഒരു സ്വതന്ത്ര സൗജന്യ ഡിജിറ്റൽ ആർക്കൈവിൽ ലോകത്ത് എവിടെ ഇരുന്നും സൗജന്യമായിട്ട് വിവരങ്ങൾ തിരയുകയും ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്യാം. ഇനി ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹാർഡ് കോപ്പി ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങള് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള താളിയോലകള് ഒക്കെ ഈ ഫ്ലാറ്റ് ബെഡ് സ്കാനറുകൾ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ ഹൈ എൻഡ് ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ അത്യാധുനിക നിലവാരത്തിലുള്ള ബുക്ക് സ്കാനറുകൾ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുക്കളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി 3D ക്യാമറകൾ ഉപയോഗിച്ചോ ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡിജിറ്റൈസേഷൻ. അപ്പൊ ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട നിങ്ങൾക്ക് പലർക്കും താല്പര്യമുള്ള മലങ്കര സഭാധാരകയുടെ 1909 ഒരു പതിപ്പിന്റെ ലക്കമാണ് ഈ കാണുന്നത്. ഇത് ഗ്രന്ഥപുരയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഇനി എടുത്തു പറയേണ്ട കാര്യം, ഇതും വിൽസൺ സാർ പ്രത്യേകം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഈ പുരാരേഖകൾ നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കണം? അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ പറയുന്നതാണ്, ഭൗതിക നാശം മൂലം രേഖകളുടെ ഉള്ളടക്കം നശിക്കുന്ന പ്രശ്നം മറികടക്കുക. കാരണം ഇതൊരു പ്രധാനപ്പെട്ട സംഖ്യയാണ്. പേപ്പർ ഡോക്യുമെന്റുകളും മറ്റ് ഹാർഡ് കോപ്പി രേഖകളും കാലപ്പഴക്കം അതല്ലെങ്കിൽ ഈർപ്പം, കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഈർപ്പം, കീടങ്ങൾ അല്ലെങ്കിൽ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് ക്രമേണ നശിക്കുന്നു. എന്നാൽ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോർമാറ്റിൽ രേഖകളുടെ ഉള്ളടക്കം സംരക്ഷിക്കപ്പെടുന്നു. അടുത്ത ഒരു പ്രധാന കാരണം ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. നമ്മൾക്കറിയാം, വെള്ളപ്പൊക്കം കേരളത്തിൽ തന്നെ 2018 വെള്ളപ്പൊക്കം നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ ധാരാളം രേഖകൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, തീപിടുത്തം, മോഷണം തുടങ്ങി. മോഷണം ഒരു പ്രധാന കാരണം തന്നെയാണ്. നമ്മുടെ ലൈബ്രറികളിലൊക്കെ പലരും ചെയ്യുന്ന ഒരു സംഗതിയാണ്. രേഖകൾ നഷ്ടപ്പെടും. എന്നാൽ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ രേഖകളുടെ ഉള്ളടക്കം സംരക്ഷിക്കപ്പെടുന്നു. മൂന്നാമത്തെ കാരണം ഒറിജിനൽ രേഖകളുടെ മിതമായ ഉപയോഗം കൊണ്ട് അതിൻ്റെ ആയുസ് നീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രേഖ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ഗവേഷകർക്ക് രേഖയുടെ ഒറിജിനൽ ഹാർഡ് കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം അതിന് പകരം ഡിജിറ്റൽ കോപ്പി കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ രേഖകൾ ആളുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആയുസ് കുറച്ചുകൂടെ നീട്ടിക്കിട്ടും. നാലാമത്തെ കാരണം ആഗോള പ്രാപ്തി. ഡിജിറ്റൈസ് ചെയ്ത രേഖ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥപുര പോലുള്ള ഡിജിറ്റൽ ആർക്കൈവ് ഓൺലൈനിൽ ലഭ്യമാക്കുന്നത് മൂലം ലോകത്തെവിടെയുള്ള ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും പൊതുജനങ്ങൾക്കും ഈ ഭൂമിശാസ്ത്രപരമായ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയുന്ന മാതിരി ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ രേഖകളുടെ വലിയൊരു ശേഖരമുണ്ട്. ആ രേഖകൾ ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രേഖകൾ മൊത്തം നമുക്ക് ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും പരിശോധിക്കാൻ പറ്റുന്നു. പിന്നെ അടുത്തത് തിരയൽ സൗകര്യം. ഡിജിറ്റൈസ് ചെയ്ത രേഖകളിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ OCR സൗകര്യം ലഭ്യമാക്കിയാൽ ഡിജിറ്റൽ രേഖകളിൽ തിരയുന്നതിനുള്ള സൗകര്യം കിട്ടുന്നു. അത് തിരച്ചിലിന് വളരെയധികം സഹായിക്കുന്നു ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ. തുടക്കത്തില് അച്ഛൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, ഡിജിറ്റലൈസേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ. അപ്പൊ അത് ഞാൻ ഈ ഒരു തരുണത്തിൽ അത് സൂചിപ്പിക്കട്ടെ. ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനധികം സൂചിപ്പിച്ച മാതിരി ഈ
ഹാർഡ് കോപ്പി ആയിട്ട് ഇടുന്ന ഉള്ളടക്കം ഡിജിറ്റൽ രൂപത്തിലാക്കുന്ന പ്രക്രിയയാണ് ഡിജിറ്റൈസേഷൻ. എന്നാൽ ഈ ഉള്ളടക്കം ഇങ്ങനെ ഇമേജ് ആയിട്ട് കിട്ടിയ ഉള്ളടക്കം അതിനകത്ത് ടെസ്റ്റ് ആക്കി ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ OCR സൗകര്യം ഉപയോഗിച്ചോ അതിനെ ടെസ്റ്റ് ജീവനുള്ളതാക്കുന്ന ഒരു പരിപാടിയാണ് പൊതുവെ ഡിജിറ്റലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്ത രേഖകളിൽ OCR ഒക്കെ ഓടിച്ച് അതിനെ ടെസ്റ്റിന് ജീവൻ വെപ്പിച്ചു കഴിഞ്ഞാൽ തിരച്ചിൽ സൗകര്യങ്ങൾ കൂടുന്നു. പിന്നെ അടുത്ത ഒരു പ്രധാന സംഗതി ഒരു പ്രധാന സംഗതി മറ്റു ഫോർമാറ്റുകളിലേക്ക് എളുപ്പത്തിൽ മാറ്റാനുള്ള സാധ്യത. ഡിജിറ്റൽ ഫോർമാറ്റിലേക്കുള്ള ഉള്ളടക്കം കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്കായി ഓഡിയോ ഫയലുകളായിട്ടോ ബ്രെയിൽ പരിഭാഷകൾ പോലുള്ള രീതികളിലേക്കോ എളുപ്പത്തിൽ മാറ്റാൻ സഹായിക്കും. പിന്നെ അടുത്തത് ഇതും പ്രധാനമാണ്. വലിയ ഭൗതിക രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്റ്റോറേജ് സൗകര്യം ആവശ്യമാണ്. എന്നാൽ ഡിജിറ്റൈസ് ചെയ്ത ക്ലൗഡ് സ്റ്റോറേജിലും മറ്റുമായിട്ട് കുറഞ്ഞ സ്ഥല സൗകര്യത്തിൽ നമുക്ക് ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാം. പിന്നെ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള പ്രോത്സാഹനം. രേഖകൾ ഇരിക്കുന്ന സ്ഥലത്തിലേക്കുള്ള പ്രവേശനം, അന്യ രാജ്യങ്ങളിലെ രേഖകളിലേക്ക് എത്താനുള്ള തടസ്സം, ശാരീരിക അവസ്ഥ കാരണം ചിലർക്ക് ലഭ്യമല്ലാതിരുന്ന രേഖകൾ, ഇങ്ങനെ തുടർന്ന് വിവിധ കാരണങ്ങൾ കൊണ്ട് പഠന വസ്തുക്കളിൽ എത്തിച്ചേരാൻ പല വിദ്യാർത്ഥികളും ഗവേഷകരും ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ഒരു പബ്ലിക് സൗജന്യ ഡിജിറ്റൽ ആർക്കൈവ് എവിടെ ഇരുന്നിട്ടും ആളുകൾക്ക് ഡിജിറ്റൈസ് ചെയ്ത രേഖകൾ നൽകാനുള്ള അനുമതി കിട്ടുന്നു. 9ാമത്തെ വിഷയമായിട്ട് പറയാനുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേക വിഭാഗത്തിലുള്ള രേഖകളുടെ സംരക്ഷണം. ഈ പൊതുവായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ, മാസികകൾ, ഇതൊക്കെ അതിൻ്റെയൊക്കെ പ്രതികൾ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്. എന്നാൽ ചില പ്രത്യേക സ്ഥാപനങ്ങൾ, വ്യക്തികൾ പരിമിതമായി പ്രസിദ്ധീകരിച്ച രേഖകൾ, ഉദാഹരണത്തിന് ഈ സഭകളുടെയൊക്കെ അല്ലെങ്കിൽ പള്ളികളുടെയൊക്കെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച രേഖകൾ വളരെ ചുരുക്കമായേ ഉണ്ടാകും. അത്തരം രേഖകൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ രേഖകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ വ്യക്തികളോ മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ ഇത്തരം പ്രാദേശികമായ ഡോക്യുമെന്റേഷൻ പൂർണ്ണമായും കാലക്രമേണ നഷ്ടപ്പെട്ടു പോകും. 10ാമത്തെ വിഷയം, ഇതും ഒരു പ്രധാന സംഗതിയാണ്. മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ മുൻപോട്ട് പോകുമ്പോൾ പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ വരും. അപ്പം നിലവിൽ നമുക്ക് ഡിജിറ്റലായ ഉള്ളടക്കം മറ്റു ഫോർമാറ്റുകളിലേക്ക് മാറ്റാൻ ആ സമയത്ത് എളുപ്പമാണ്. അപ്പം ഈ എന്തുകൊണ്ട് രേഖകൾ ഡിജിറ്റൈസ് ചെയ്യണം എന്നുള്ളതിന് ഞാനൊരു 10 കാരണങ്ങളാണ് നിരത്തിയത്. പക്ഷെ 10 അല്ല, അതിൽ കൂടുതൽ കാരണങ്ങളും നിരത്താൻ പറ്റും. ഞാൻ സ്ഥലപരിമിതി മൂലം അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ തിരുവനന്തപുര പദ്ധതിയുടെ ഒരു ചരിത്രം ലഘുവായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഈ പഴയകാല പത്രങ്ങളും മാസികകളോടും ഒക്കെ എനിക്ക് ഒരു പ്രത്യേക സവിശേഷ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു എൻ്റെ വല്യപ്പച്ചൻ്റെ പഴയ രേഖകളും കത്തുകളും ഒക്കെ പരിശോധിക്കുന്ന ഒരു സവിശേഷ താല്പര്യം എനിക്കൊന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മേഖലയിലേക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകാനുള്ള കാരണം 2006 തൊട്ട് ഞാൻ മലയാളം വിക്കി ഗ്രന്ഥശാല പോലുള്ള ഈ സന്നദ്ധ പ്രവർത്തന പദ്ധതികളുടെ ഭാഗമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പ്രാചീന ഗ്രന്ഥശേഖരം ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം പതുക്കെ മനസ്സിലായി തുടങ്ങിയായിരുന്നു. എന്നാൽ അതൊരു സവിശേഷ പദ്ധതി ആയിട്ടും ഒരു ക്രമീകൃതമായിട്ട് ആകാനുമൊക്കെ ഉള്ള ഒരു പ്രധാന കാരണം എനിക്ക് ഗവേഷണ താല്പര്യമുള്ള ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് മലയാള ലിപി പരിണാമം, മലയാളം അച്ചടി ചരിത്രം. അപ്പൊ ഈ വിഷയങ്ങളിൽ എൻ്റെ ഒരു ഗവേഷണ താല്പര്യം വെച്ചിട്ട് ഞാൻ രേഖകൾ തിരയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ചില വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലും മറ്റും പരിശോധിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അക്കാലത്ത് ഈ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ എനിക്ക് അതിനകത്തുള്ള അനുമതി നിഷേധിച്ചു. അതിന് അവർ പറഞ്ഞ ഒരു കാരണം, ബാംഗ്ലൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കണം, എന്തുകൊണ്ട് കേരളത്തിലെ പുരാശേഖരം പരിശോധിക്കണം, അതിൻ്റെ ഇവിടെ ഗവേഷകരുണ്ട് എന്നൊരു രീതിയിലുള്ള ഒരു മറുപടിയാണ് എനിക്ക് അക്കാലത്ത് കിട്ടിയത്. ഇപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു 15 വർഷം മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. ഈ രേഖകളിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഈ രേഖകളിലേക്ക് അനുമതി നിഷേധിക്കപ്പെട്ടപ്പോൾ എൻ്റെ ശ്രദ്ധ വിദേശ സർവകലാശാലകളിലെ ഡിജിറ്റൽ ആർക്കൈവുകളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവിടെ ഈ അക്കാലത്ത് തന്നെ ഏകദേശം 2000-ന്റെ തുടക്കം തൊട്ട് ഡിജിറ്റൈസേഷൻ എന്ന ഈ ഒരു മൂവ്മെന്റ് ലോകത്തിന്റെ പല ഭാഗത്തും വളരെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വിദേശങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ പല ലൈബ്രറികളും മൊത്തമായിട്ട് ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ ആ ലൈബ്രറികളിലുള്ള ചില അതിന്റെ അവരുടെ ആ മൊത്തം ലൈബ്രറി ശേഖരത്തിലുള്ള അതിന്റെ ഇടയിൽ പെടുന്ന ചില കേരള രേഖകളും ഉണ്ടാകും. അപ്പൊ അതും ഈ ഡിജിറ്റൽ ലൈബ്രറികളുടെ ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്ന രേഖകള് ഞാൻ എൻ്റെ ഗവേഷണ ആവശ്യം കഴിഞ്ഞ് അത് ഞാൻ ആ തുടക്കത്തില് അക്കാലത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിരുന്ന ഓർക്കുട്ടിലും ഫേസ്ബുക്കിലൂടെ ഒക്കെ പങ്കുവെച്ചു തുടങ്ങി, ബാക്കിയുള്ള ആളുകൾക്ക് പങ്കുപിടിച്ചു തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിലേക്ക് മാറ്റി, ഷിജുവലസ്.in. അപ്പം ഇത് ഇങ്ങനെ വെക്കാൻ ഏകദേശം ഒരു ക്രമീകൃതമായിട്ട് തുടങ്ങിയത് 2009 തൊട്ടാണെങ്കിലും വളരെ സജീവമായത് 2012 തൊട്ടാണ്. അത് കുറച്ചുകൂടെ സജീവമാകാനുള്ള കാരണം ഈ ഞാനിങ്ങനെ പങ്കുവെക്കുന്ന രേഖകൾ ഉപയോഗിച്ച ഗവേഷകർ പലരും എനിക്ക് തിരിച്ച് മെയിൽ അയക്കുകയും അവർ വലിയ അളവിൽ പ്രോത്സാഹനം തരും. അപ്പോൾ ആ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു 2009 തൊട്ടിട്ട് 2021 വരെ ഞാൻ എൻ്റെ ഈ വ്യക്തിഗത ബ്ലോഗിൽ എനിക്ക് കിട്ടുന്ന രേഖകളും തുടക്കത്തിൽ, പിന്നീട് ഞാൻ നേരിട്ട് ഡിജിറ്റൈസ് ചെയ്ത രേഖകളും പങ്കുവെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാതിരി വിദേശ ഡിജിറ്റൽ ലൈബ്രറികളിലെ കേരള രേഖകൾ കണ്ടെടുത്ത് അതെല്ലാവരുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചത്. പിന്നീട് അതിനുശേഷം ഞാൻ ഈ ബാംഗ്ലൂരിൽ തന്നെയുള്ള, ഞാൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളിൽ ഞാൻ നേരിട്ട് പോയി ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ പോയപ്പോൾ ബാംഗ്ലൂരിലെ CMI അച്ഛന്മാരുടെ സെമിനാരിയായ ധർമാരാം കോളേജിൽ മലയാളത്തിലെ അച്ചടിച്ച ആദ്യ പുസ്തകമായ സംക്ഷേപ വേദാർത്ഥം ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് അവരുടെ സഹായത്തോടു കൂടി ഡിജിറ്റൈസ് ചെയ്ത് ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അത് ഏകദേശം 2013 നടക്കുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ഈ ബാംഗ്ലൂരിൽ തന്നെയുള്ള UTCയിൽ ശബ്ദധാരാവലിയുടെ, ഇതൊക്കെ മലയാളത്തിലെ നാഴികക്കല്ലായ രേഖകളാണ്, ശബ്ദധാരാവലിയുടെ 2 പതിപ്പുകൾ, 2 വാല്യങ്ങൾ കണ്ടെടുക്കുകയും അതും ഡിജിറ്റൈസ് ചെയ്ത് പുറത്തു വിട്ടു. അപ്പൊ അങ്ങനെ ആ സമയത്ത് തന്നെ പലയിടത്തു നിന്നായിട്ട് ഡിജിറ്റൈസ് ചെയ്തത് നാഴികക്കല്ലായ പല പുസ്തകങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കാണുന്നത് ഇതിനകം ഞാൻ പറഞ്ഞ സംക്ഷേപ വേദാർത്ഥമാണ്. രണ്ടാമത് കാണുന്നത് 1799 ബോംബെയിൽ നിന്ന് അടിച്ചിറക്കിയ റോബർട്ട് ഡുർമന്റിന്റെ ഗ്രാമർ ഓഫ് ദ മലയാളം ലാംഗ്വേജ് എന്ന പുസ്തകമാണ്. മൂന്നാമത് കാണുന്നത് കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകമായ ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ചെറുപൈതങ്ങൾ എന്ന പുസ്തകമാണ്. ഇതെല്ലാം ഗ്രന്ഥപുര പദ്ധതിയിലൂടെയാണ് പുറത്തു വന്നത്. അതിനുശേഷം പതുക്കെ എൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഈ തുടക്കത്തിൽ ഈ പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ശ്രദ്ധയും ലൈക്കുകളിലും ഒക്കെയായിരുന്നു ശ്രദ്ധയെങ്കിലും പതുക്കെ ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചില പ്രത്യേക പദ്ധതികളിൽ സവിശേഷമായി ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. അങ്ങനെ ഞാൻ സവിശേഷമായി ശ്രദ്ധ ചെലുത്തിയ ഒരു പദ്ധതിയാണ് കേരള പാഠപുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളൊന്നും എല്ലാം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളല്ല, അത് പലരായിട്ട്, ഇപ്പൊ ഞാനിപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ പാഠപുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഞാൻ നേരിട്ട് ഡിജിറ്റൈസ് ചെയ്ത് അത് പുറത്തു വിടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഈ 2021 ഞാനത് ഈ സന്നദ്ധ പ്രവർത്തനം നിർത്തുമ്പോൾ ഏതാണ്ട് 300-ലധികം കേരള പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിരുന്നു. അതേമാതിരി ഈ പ്രവർത്തനം കണ്ടിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംഘാടകർ എന്നെ സമീപിച്ചിരുന്നു. അപ്പൊ അവരുടെ ഏകദേശം 300-ഓളം രേഖകൾ ഡിജിറ്റൈസ് ചെയ്തു. അതിനകത്ത് ധാരാളം ലഘുലേഖകളും മറ്റും ഉണ്ടായിരുന്നു. പിന്നീട് സവിശേഷമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു പദ്ധതിയായിരുന്നു സുവനീറുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരൊറ്റ തവണയെ പ്രസിദ്ധീകരിക്കത്തുള്ളൂ, ലിമിറ്റഡ് കോപ്പി ആയിരിക്കും. അത്
വളരെ പ്രാദേശികമായിട്ടായിരിക്കും മിക്കവാറും ഒക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുവനീറുകളൊന്നും ഒരിക്കലും സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എങ്ങനെയുള്ള സുവനീറുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സവിശേഷ ഉപപദ്ധതി തുടങ്ങി. അങ്ങനെ സുവനീറുകൾ കുറേയധികം ഡിജിറ്റൈസ് ചെയ്തു. പിന്നെ മലങ്കര ഇടവക പത്രിക, ഇത് ചങ്ങനാശ്ശേരിയിലുള്ള മൂലയിൽ അച്ഛൻ എന്നറിയപ്പെടുന്ന യാക്കോബ സഭയിലെ ഒരു അച്ഛൻ പ്രത്യേക താല്പര്യം അതിന്റെ പ്രവർത്തനം കണ്ട് എന്നെ സമീപിക്കുകയും ഈ മലങ്കര ഇടവക പത്രികയുടെ എല്ലാ ലക്കങ്ങളും അച്ഛൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അതിനെ ഏൽപ്പിക്കുകയും അച്ഛൻ തന്നുകൊണ്ട് ഞാനത് എല്ലാം ഡിജിറ്റൈസ് ചെയ്ത് 163 ലക്കങ്ങൾ മലങ്കര ഇടവത്വത്തിലെ എല്ലാ ലക്കങ്ങളും ഡിജിറ്റൈസ് ചെയ്ത് സംരക്ഷിക്കുകയും ചെയ്തു. ആ അച്ഛൻ്റെ തന്നെ നേതൃത്വത്തില് അച്ഛൻ തന്നെ തന്നതാണ് ഞാൻ ഇതിനകം സൂചിപ്പിച്ച നമ്മുടെ സഭാധാരകയുടെ 10 ലക്കങ്ങൾ. ഈ മൂലയിലച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് ഈ പ്രവർത്തനം 2015 കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ വിപുലപ്പെട്ടു. മണ്ണാർക്കാട്, എൻ്റെ വീടിനടുത്തുള്ള മണ്ണാർക്കാടിലെ സഹൃദയ ലൈബ്രറിയിൽ ഞാൻ വലിയൊരു ഗ്രന്ഥശേഖരം കണ്ടെത്തി. അങ്ങനെ അവിടെ പഴയകാല കേരള മാസികകളുടെ വലിയൊരു ശേഖരം കണ്ടെത്തി ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഈ എൻ്റെ സന്നദ്ധ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് സവിശേഷമായി എടുത്തു പറയേണ്ട ഒരു പദ്ധതി ഗുണ്ടർ ലെഗസി പദ്ധതി എന്ന ഒരു സവിശേഷത ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു. ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ ഗുണ്ടർട്ടിന്റെ ഗ്രന്ഥശേഖരം ഉണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥശേഖരം ഉണ്ടെന്ന് സ്കറിയ സക്കറിയ പോലുള്ള പണ്ഡിതരുടെ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ ട്യൂബിംഗൻ സർവകലാശാല ഇൻഡോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കത്തയച്ചു 2012 കാലഘട്ടത്തിൽ. അപ്പൊ ആ കത്ത് എത്തിച്ചേർന്നത് അന്നത്തെ ഇൻഡോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന ഹൈക്കെ ഒബ്രലിൻ എന്ന പ്രൊഫസർക്കായിരുന്നു. അവർ കേരളവുമായിട്ട് കുറച്ച് ബന്ധമുള്ള വനിതയാണ്. കാരണം അവർ കേരളത്തിൽ കൂടിയാട്ടം അഭ്യസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഈ എഴുത്ത് കിട്ടിയ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ശേഖരം ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ആരംഭം കുറിച്ചു. അപ്പൊ അങ്ങനെ ആ പദ്ധതി ഔദ്യോഗികമായിട്ട് 2013 സെപ്റ്റംബർ 12 ഹൈക്കെ കേരളത്തിൽ വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ അതൊരു ഗുണ്ടർട്ട് ഇതിന്റെ ലെഗസി രേഖകൾ മൊത്തം ഡിജിറ്റൈസ് ചെയ്ത് 2018 ആയപ്പോഴത്തേക്കും അതെല്ലാം പുറത്തു വന്നു. ഇതിൽ മൊത്തം 293 മലയാള രേഖകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അച്ചടി പുസ്തകങ്ങളുണ്ട്, താളിയോലകളുണ്ട്, കൈയെഴുത്ത് രേഖകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള രേഖകളുണ്ട്. അപ്പം അതിൽ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാള രേഖകളിൽ അച്ചടിച്ച മലയാള രേഖകളിലെ എല്ലാം ഉള്ളടക്കം ഇമേജായിട്ട് മാത്രമല്ല, ഞങ്ങളത് കുറച്ച് ആളുകളെ ഉപയോഗിച്ച് നമ്മളത് ടെസ്റ്റാക്കി മാറ്റുന്ന പരിപാടി കൂടെ ചെയ്തു. അതാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഡിജിറ്റലൈസേഷൻ പരിപാടി. അതുതന്നെ വെറും ഇമേജായിട്ട് മാത്രമല്ല, അത് ഈ ലെറ്റർ പ്രസ്സിൽ അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ അത് ടെസ്റ്റാക്കി മാറ്റുകയും കൂടി ചെയ്തു. അങ്ങനെ ഗുണ്ടർട്ട് ലെഗസി പദ്ധതി 2012 തൊട്ട് 2018 വരെ ഓടി. അതിലൂടെ അച്ചടി മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ അച്ചടിച്ച ആദ്യകാല പ്രധാനപ്പെട്ട പല രേഖകളും പുറത്തു വന്നു. അതിപ്പോൾ ട്യൂബിംഗൻ സർവകലാശാലയുടെ സൈറ്റിലും പിന്നെ ഗ്രന്ഥപുര സൈറ്റിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖകൾ മൊത്തം നമുക്ക് സൗജന്യമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ 2018 ആയപ്പോഴത്തേക്ക് ആ പദ്ധതി കഴിഞ്ഞു. അപ്പൊ ഈ 2021 ഡിസംബർ ആയപ്പോഴത്തേക്കും ഞാൻ ഈ 12 വർഷം കൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഞാൻ ഡിജിറ്റൈസ് ചെയ്ത രേഖകളുടെ എണ്ണം ഏകദേശം 2000-നടുത്തായിരുന്നു. അതിലെല്ലാം കൂടെ 2 ലക്ഷത്തിനടുത്ത് പേജുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ
2021 അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പ്രദേശത്തെ സംബന്ധിച്ച ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥശൂന്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ പല കാരണങ്ങളുണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ആ പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ പദ്ധതി നിർത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഈ സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ഡിജിറ്റൈസേഷൻ പദ്ധതി. പക്ഷെ ഇത് ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു. ഈ പദ്ധതി നിർത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ പല പത്രങ്ങളിലും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളിൽ, മലയാള പത്രങ്ങളൊന്നും ഇത് കൈകാര്യം ശ്രദ്ധിച്ചതുപോലുമില്ല. അന്ന് ഗവേഷകരും ഇംഗ്ലീഷ് മാധ്യമങ്ങളുമാണ് ഇത് ശ്രദ്ധിച്ചത്. പലയിടത്തും ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നു. അങ്ങനെ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തില് പല ചർച്ചകൾ പലരായിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ബാംഗ്ലൂരില് എന്നെ ഈ വിഷയത്തില് ഇതിനകം തന്നെ പല വിധത്തിൽ സഹകരിച്ചിരുന്ന സഹായിച്ച രണ്ടുപേര്, ഒന്ന് കൈലാഷ് നാഥ്, പിന്നെ രണ്ട് ജിസോ ജോസ്. ഇവര് ഞാൻ ഈ സന്നദ്ധപ്രവർത്തനം നടത്തുമ്പോൾ പോലും പല ഉപകരണങ്ങൾ വാങ്ങിക്കാനും മറ്റും, പിന്നെ ഈ പല ഡിജിറ്റൈസ് ചെയ്യാനുള്ള അനുമതികൾ നേടിയെടുക്കാനും ഒക്കെ ഇവര് രണ്ടുപേരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഇത് നമുക്ക് എങ്ങനെ മറ്റൊരു തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചർച്ചയായിട്ട് മുൻപോട്ട് വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി തന്നെ ചർച്ച ചെയ്ത് ഇന്ത്യക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഡിജിറ്റൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന് ഫണ്ടിങ് ആവശ്യമാണ്. അപ്പം ഫണ്ടിങ്ങിന് പ്രശ്നമായിരുന്നു തുടക്കത്തില്. അപ്പം ഒരു പ്രത്യേകിച്ച് വിദേശ മലയാളികളും പിന്നെ കുറച്ച് കേരളത്തിലുള്ള മലയാളികളുമായിട്ട് ചേർന്ന് ഒരു 10-12ഓളം പേരുകൾ അതിന്റെ ഇനീഷ്യൽ ഫണ്ടിങ് സപ്പോർട്ട് തന്നു. അപ്പൊ അങ്ങനെ പദ്ധതി ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ മുൻപോട്ട് പോയി. അങ്ങനെ 2022 ജൂൺ 14 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ ഇന്ത്യൻ ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം 2022 ഒക്ടോബർ 30 ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഫൗണ്ടേഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ ഉദ്ഘാടനത്തിൽ കേരളത്തിൽ നിന്ന് ഈ വിഷയത്തിൽ താല്പര്യമുള്ള ധാരാളം പ്രമുഖർ പങ്കെടുക്കുകയും അവരുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കമ്പനി ആദ്യം ചെയ്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഞാൻ 2021 വരെ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിലായിരുന്നു ഈ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വിവരങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൽ നിന്ന് മാറി ഗ്രന്ഥപുര എന്ന പേരിൽ ഒരു സൈറ്റ് ഉണ്ടായി. അത് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് gpura.org എന്ന സൈറ്റിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റി. അന്ന് തൊട്ട് അവിടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പനി രൂപീകരിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ വലിയ പിന്തുണ CMI അച്ഛന്മാരുടെ വകയായിരുന്നു. അവിടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ധർമാരാം കോളേജിൽ കേരള രേഖകളുടെ വലിയൊരു ശേഖരം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അച്ഛന്മാര് മുൻപോട്ട് വന്ന് അവര് ഇന്റേണലായിട്ട് പല മീറ്റിങ്ങുകൾ കൂടിയിട്ട് ധർമാരാം കോളേജിലെ ഈ പുരാശേഖരം മൊത്തമായിട്ട് ഡിജിറ്റൈസ് ചെയ്ത് പൊതുവിടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിക്ക് അവര് അനുമതി തന്നു. അപ്പൊ അങ്ങനെ ഈ ഫൗണ്ടേഷന്റെ ആദ്യത്തെ ബൃഹത് പദ്ധതി ധർമാരാം കോളേജിലെ ലൈബ്രറി ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി തുടങ്ങിയതാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അവിടെ നിന്ന് ഇതിനകം 800-ൽ പരം പുസ്തകങ്ങൾ പുറത്തു വന്നു. അത് നിങ്ങൾക്ക് നേരിട്ട് പോകുമ്പോൾ ഞാൻ സൈറ്റ് കാണിച്ചു തരുമ്പോൾ അത് എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം. എന്നാൽ ഈ
ഈ വക സംഗതികൾ നമ്മൾ പൊതുവെ ഈ ഡിജിറ്റൈസേഷനിൽ ഞാൻ ആ, പാലിച്ചിരുന്ന ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക് ഡൊമൈനിലുള്ള എന്ന് പറഞ്ഞാൽ രചയിതാവ് മരിച്ച 60 വർഷം കഴിഞ്ഞ രേഖകൾ മാത്രം ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പോളിസിയായിരുന്നു ഞാൻ പൊതുവായിട്ട് പാലിച്ചിരുന്നത്. അല്ലെങ്കിൽ പ്രത്യേക രചയിതാവില്ലാത്ത സുവനീർ പോലുള്ള പൊതുരേഖകൾ, പിന്നെ അതും അല്ലെങ്കിൽ പൊതുപണം മുടക്കി നിർമ്മിക്കുന്ന സർക്കാർ രേഖകൾ, പിന്നെ അതും അല്ലെങ്കിൽ നോട്ടീസുകൾ, എഞ്ചുവടി, പോസ്റ്റർ, സിനിമ പോസ്റ്റർ, പാട്ടുപുസ്തകം തുടങ്ങി അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോകുന്ന രേഖകൾ, ഇതൊക്കെ ഡിജിറ്റൈസ് ചെയ്ത് ഒരു പബ്ലിക് ഡൊമൈൻ ആർക്കൈവ് ഉണ്ടാക്കുക എന്നുള്ള ഇതിലായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്. എന്നാൽ ഈ രേഖകൾ ഇങ്ങനെ പബ്ലിക് ഇതിനകം ഡിജിറ്റൈസ് ചെയ്ത രേഖകൾ പുറത്തു വരികയും അത് ധാരാളം ഉപയോഗിക്കപ്പെടുകയും ഗവേഷണത്തിനൊക്കെ അത് വളരെ സഹായകരമായിരുന്നു കണ്ടപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ അടുത്തൊക്കെ മരിച്ചുപോയ പല രചയിതാക്കളും അല്ലെങ്കിൽ അവരുടെ മക്കളും ഞങ്ങളെ സമീപിച്ച് അവരുടെ അച്ഛൻ്റെ, അമ്മയുടെ അല്ലെങ്കിൽ അവരുടെ രചനകൾ ഡിജിറ്റൈസ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് ഞങ്ങളെ സമീപിക്കാൻ തുടങ്ങി. അപ്പം അതിന് ഞങ്ങൾ അപ്പോൾ വെച്ചൊരു നിബന്ധന, ഡിജിറ്റൈസ് ചെയ്യാം, ഡിജിറ്റൈസ് ചെയ്യുന്നതിന് ചിലവ് അവർ മുടക്കേണ്ട കാര്യമില്ല, പക്ഷെ ഡിജിറ്റൈസ് ചെയ്യുന്ന രേഖകൾ സ്വതന്ത്രമായിട്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും പരിശോധിക്കാനുള്ള അനുമതി വേണം. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ലൈസൻസിൽ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി വേണം. അപ്പൊ ഈ ഒരു ഇതോടെ വന്നതോടുകൂടി അപ്പൊ അതിനകത്ത് വന്ന ആദ്യത്തെ പദ്ധതി സ്കറിയ സക്കറിയുടെ രചനകൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതിയാണ്. സ്കറിയ സക്കറിയുടെ രചനകൾ മൊത്തം ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഫ്രീ ലൈസൻസിലാണ് ഈ രചനകൾ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേമാതിരി ഇത് മുൻപോട്ട് വന്ന ഒന്നാണ് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്ഥാപക ഒരാളായിരുന്ന CK മൂസദിന്റെ മക്കൾ ഇതേമാതിരി സമീപിച്ച് അദ്ദേഹത്തിന്റെ രചനകൾ ഡിജിറ്റൈസ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു, സമീപിച്ചു. അപ്പൊ അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി തുടങ്ങി. പിന്നെ ഈ കമ്പനി തുടങ്ങിയതിന് ശേഷം മറ്റ് തരത്തിലുള്ള കോളേജുകളുമായിട്ട് ചേർന്നിട്ടുള്ള പദ്ധതികളൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളിപ്പോൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുമായിട്ട് ചേർന്നിട്ട് ഡിജിറ്റൈസ് ചെയ്ത രേഖകളിലെ മെറ്റാഡാറ്റ പുഷ്ടിപ്പെടുത്തുന്ന ഒരു പദ്ധതിക്ക് ഒരു ധാരണാപത്രം ഒപ്പിട്ടു. പിന്നെ മാർത്തോമ സഭയായിട്ട് ബന്ധപ്പെട്ട് അധികം രേഖകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല. അത് ചെയ്തത് തന്നെ കൂടുതലും ഞാൻ തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിൽ എൻ്റെ കയ്യിൽ വന്ന രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ചില പ്രത്യേക പുസ്തകങ്ങൾ 1-2 അച്ഛന്മാർ തന്നിട്ടുണ്ട്, അതും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മൊത്തം 25 രേഖകളാണ് ഇത് ഇപ്പൊ ചെയ്തിരിക്കുന്നത് മാർത്തോമ സഭയായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 12 എണ്ണവും ഈ ഞാൻ മുമ്പ് പറഞ്ഞ യാക്കോബായ മൂലയിലച്ഛൻ തന്ന മലങ്കര സഭാധാരകയുടെ കുറച്ച് പഴയ ലേഖനങ്ങളാണ്. അല്ലാതെ സഭയുടെ നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിപ്പോ അച്ഛന്മാരുടെ മാത്രം കാര്യമല്ല, വ്യക്തികളോ സഭാ അംഗങ്ങളോ ഈ കാര്യത്തിന് എന്നെ നേരിട്ട് സമീപിച്ച് ഈ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് ഡിജിറ്റൈസ് ചെയ്ത് ലഭ്യമാക്കണം എന്നുള്ളൊരു ആവശ്യത്തോടെ ഇതുവരെ സമീപിച്ചിട്ടില്ല ആ സഭ. എന്നാൽ മറ്റ് സഭകളിലെ ഇപ്പൊ ഈ ഗ്രന്ഥപുര പദ്ധതി ഒരു ക്രൈസ്തവ പ്രോജക്റ്റ് അല്ല, അതൊരു കേരളത്തെ സംബന്ധിച്ചൊരു ഡിജിറ്റൽ ആർക്കൈവാണ്. പക്ഷേ ഈ നമ്മുടെ ഈ വിഷയത്തില് ക്രൈസ്തവ സഭകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പറയാം, മറ്റ് സഭകൾ ഉദാഹരണത്തിന് യാക്കോബായ സഭയിലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകളിലെ വ്യക്തികൾ താല്പര്യമെടുത്തിട്ട് ധാരാളം രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് ഗ്രന്ഥപുരകളിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് വ്യക്തികളുടെ താല്പര്യം കൊണ്ടാണ്, അല്ല സഭ നേരിട്ട് താല്പര്യം എടുത്തിട്ടല്ല. ഇനിയിപ്പം ഒരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ 12 വർഷം കൊണ്ട് ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുമാതിരി ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് സന്നദ്ധപ്രവർത്തനത്തിലൂടെ ചെയ്ത് 2000-നടുത്ത് രേഖകളായിരുന്നു. അതിലെ പേജുകളുടെ എണ്ണം 2 ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷൻ തുടങ്ങിയതിന് ശേഷം വെറും 2 വർഷം കൊണ്ട് തന്നെ 2300 പരം രേഖകൾ ഡിജിറ്റൈസ് ചെയ്തു. അതിൻ്റെ ആളുകളുടെ എണ്ണം 2,20,000 അപ്പുറത്ത് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം 4,331 രേഖകളുണ്ട് ഗ്രന്ഥപുരയിൽ.
ഇതിലെല്ലാം കൂടെ 4,20,740 പേജുകളുണ്ട്. അത് 12 ഭാഷകളുണ്ട്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് മലയാളം മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനല്ല. ആം, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭാഷയിലും ലിപിയിലും പ്രസിദ്ധീകരിച്ച എല്ലാ രേഖകളും, അത് ഇപ്പോൾ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാകാം, കേരളത്തിന് പുറത്ത് പ്രസിദ്ധീകരിച്ചതാകാം, വിദേശങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാകാം, എല്ലാത്തരം രേഖകളും ഡിജിറ്റൈസ് ചെയ്ത് സമഗ്രമായിട്ട് ഒരു കേരള ഡിജിറ്റൽ ആർക്കൈവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്രന്ഥപുര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ 12 ഭാഷകളിലുണ്ട്. ആ ഈ ഇത്രയും 4000 രേഖകളെ നിലവില് 30-ലധികം കളക്ഷനുകളാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തെല്ലാം കൂടെ ഇപ്പൊ തന്നെ ഏതാണ്ട് 390-ലധികം ലേഖകരുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥപുര മാത്രമല്ല ഇപ്പൊ ഈ ഫൗണ്ടേഷന്റെ പദ്ധതി, മറ്റു പദ്ധതികളും ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നതായിരിക്കും ഓളം എന്ന ഓൺലൈൻ നിഘണ്ടു. ഈ നിഘണ്ടു ഞാൻ ഇതിനധികം മുമ്പ് തന്നെ പരിചയപ്പെടുത്തിയ കൈലാഷ് നാഥ് നേതൃത്വം നൽകുന്ന പുള്ളിയുടെ ഒരു പേഴ്സണൽ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ആ നിഘണ്ടു ഇപ്പോൾ ഫൗണ്ടേഷന്റെ കീഴിലാണ്. പിന്നെ സമം എന്ന പേരിലിട്ട് ദ്രാവിഡ ഭാഷകളെ സംബന്ധിച്ച ഒരു ഓൺലൈൻ നിഘണ്ടുണ്ട്. അതും ഇപ്പോൾ ഫൗണ്ടേഷന്റെ കീഴിലാണ്. ഇപ്പൊ നിലവിൽ 2 ഡിജിറ്റൈസേഷൻ സെന്ററുകളാണ് ഫൗണ്ടേഷനുള്ളത്. ഒന്ന് ബാംഗ്ലൂരിലെ ധർമാരാം കോളേജിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് പി ഗോവിന്ദപിള്ള റഫറൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഭാവിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ പദ്ധതികൾ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഡിജിറ്റൈസേഷൻ സെന്ററുകൾ സ്ഥാപിക്കുക. പക്ഷെ സെന്റർ സ്ഥാപിക്കണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം കിട്ടുന്ന ഇടങ്ങളിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പിന്നെ രേഖകൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് മൊബൈൽ യൂണിറ്റ് സ്ഥാപിക്കുക. പിന്നെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, ഇപ്പൊ ബാംഗ്ലൂരിൽ മാത്രമല്ല, ചെന്നൈയിലുണ്ട്, അല്ലെങ്കിൽ ബോംബെയില്, കൽക്കട്ടയില്, ഡൽഹിയിൽ, ഇവിടെ ഒക്കെ കേരള രേഖകളുടെ ശേഖരം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ രേഖകളൊക്കെ ഡിജിറ്റൈസ് ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിക്കുക. പിന്നെ വിദേശങ്ങളില് കേരള രേഖകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഇതിനെ സൂചിപ്പിച്ച ഗുണ്ടട്ട് ലെഗസി പദ്ധതി പോലുള്ള പദ്ധതി മോഡലില് വിദേശങ്ങളിലെ കേരള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുക. പിന്നെ പ്രത്യേക വിഷയത്തിലുള്ള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യാനായി സവിശേഷ പദ്ധതികൾക്ക് തുടക്കമിടും. ഉദാഹരണത്തിന് താളിയോലകൾ, കയ്യെഴുത്ത് പ്രതികൾ, ലഘുലേഖകൾ, പിന്നെ സിനിമാ നോട്ടീസുകളൊക്കെ നമുക്കറിയാം. ഇതൊന്നും ആരും സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്തതാണ്. സിനിമാ പോസ്റ്ററുകൾ, ഉത്സവ നോട്ടീസുകൾ, ഇതിനകത്ത് സിനിമാ പാഠപുസ്തകങ്ങളുടെ ഒക്കെ ഡിജിറ്റൈസേഷൻ ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ലിറ്റിൽ മാസികകൾ, സുവനീറുകൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി ഇപ്പോൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതിയും കൂടുതൽ വിപുലപ്പെടുത്തി. പിന്നെ അടുത്തതായിട്ട് ആലോചിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയായിട്ട് സഹകരിച്ചിട്ട് ഗ്രന്ഥപുരയിൽ ഇതിനകം തന്നെ 4300-ൽ പരം രേഖകളായി. ഈ രേഖകൾ ഉപയോഗിച്ചിട്ടുള്ള ഗവേഷണ പദ്ധതികൾക്കുള്ള സാധ്യത അത് യൂണിവേഴ്സിറ്റികളിൽ സഹകരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുഷ്ടിപ്പെടുത്താനായിട്ട് ഇന്റേൺഷിപ്പ് സാധ്യത പരിശോധിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്നത്. പിന്നെ ഡിജിറ്റൈസേഷൻ ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ നിർമ്മിക്കുക. ഇതും ഫൗണ്ടേഷന്റെ ഒരു പ്രധാന ആഗ്രഹം കൂടാണ്. ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ പരിമിതി ഡിജിറ്റൈസേഷന് വലിയ തടസ്സം തന്നെയാണ്. പിന്നെ ചെറിയ ഭാഷകൾക്ക്, ഉദാഹരണത്തിന് ഈ തമിഴോ കന്നഡയോ അല്ലെങ്കിൽ തെലുങ്കോ പോലുള്ള, ഹിന്ദിയോ പോലുള്ള വലിയ ഭാഷകൾക്കല്ല, ചെറിയ ഭാഷകൾക്ക് ഈ വിഷയത്തില് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ പറ്റാറില്ല. ഉദാഹരണത്തിന് തുളു പോലുള്ള ഭാഷകൾ, അതുമല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് കിടന്നാൽ ഒറിയ, ഇനി നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് ഉള്ള പല ഭാഷകളൊക്കെ അവർക്ക് ഈ വക സംഗതികളിലേക്ക് സാങ്കേതികമായ നിരവധി പരിമിതികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഷകൾക്ക് പിന്തുണ കൊടുക്കാനുള്ള ഉദ്ദേശവും ഫൗണ്ടേഷന് മുൻപോട്ട് പോകുമ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ സൈറ്റിന്റെ ഒരു പൊതു സംഗതി പറയാം. ഇപ്പൊ സൈറ്റ് ഞാനിതിന് പറഞ്ഞ മാതിരി gpura.org എന്നാണ് ഈ സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നിലവിലെ സൈറ്റിന്റെ സ്ഥിതിയാണ്. ഇപ്പൊ ഞാൻ ഇതിനെ സൂചിപ്പിച്ച പോലെ ഇതിൽ 4331 രേഖകളുണ്ട്. ഇത്രയും. അപ്പം ഒരു രേഖ കണ്ടുപിടിക്കണേ, നിങ്ങൾക്ക്
ഒരു സവിശേഷമായ രേഖ കണ്ടുപിടിക്കണമെങ്കിൽ സൈറ്റിൽ വരിക. ഉദാഹരണത്തിന് ആദ്യകാല മലയാളം അല്ലെങ്കിൽ കേരളത്തെ പറ്റി തുടങ്ങിയ ആദ്യകാല അച്ചടി രേഖകളിലൊന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ അത് ഇതിനകത്തുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് തുറക്കുക. തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ, ഈ വിധത്തില് വിശാലമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റീഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം PDF ആയിട്ട്. അപ്പൊ അങ്ങനെയാണ് രേഖകൾ പരിശോധിക്കുന്നത്. അതിനാണ് വളരെ എൻ്റെ ഒപ്പം ഉള്ള 2 സഹപ്രവർത്തകർ ചേർന്ന്, ഇപ്പം കൈലാഷും ജിസോയും കൂടി ചേർന്ന് വളരെ നല്ല സെർച്ച് ഫെസിലിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സൈറ്റിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തരാം, അതിനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേജ് തുറന്നു വരും. അതില് ആദ്യം തുടക്കത്തിൽ കാണുന്നത് പ്രധാന ശേഖരം, മൂലശേഖരം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ മൂലശേഖരം എന്ന് പറയുന്നതാണ് എന്നതിലാണ് ഞാൻ ഡിജിറ്റൈസ് ചെയ്ത രേഖകളൊക്കെ കിടക്കുന്നത് മൂലശേഖരത്തിനകത്താണ്. പ്രധാന ശേഖരം എന്ന് പറയുന്നതിനകത്തും അതിനുശേഷം ഒന്നെ കമ്പനിയായി മാറിയതിന് ശേഷം വന്ന രേഖകൾ മൊത്തം അതിനകത്ത് ഉണ്ട്. പിന്നെ അതിന്റെ താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കളക്ഷനുകൾ കാണാം. ഓൾ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 30 അടുത്ത് കളക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ചില പ്രധാന കളക്ഷൻസ് ഞാൻ ഓടിച്ച് കാണിക്കാം. ഉദാഹരണത്തിന് കേരള പാഠപുസ്തകങ്ങൾ ഇതിനധികം ഏതാണ്ട് 500-ൽ പരം പാഠപുസ്തകങ്ങൾ ഇതിനകം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാം. പിന്നെ കേരള മാസികകൾ, ഇതേമാതിരി 400-ൽ പരം കേരള മാസികകൾ വിവിധ ലക്കങ്ങൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനകത്തുള്ള കണ്ടുപിടിക്കാം. പിന്നെ സുവനീറുകൾ, ഇത് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 170-ൽ പരം സുവനീറുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഇങ്ങനെ കിട്ടാം. അപ്പൊ ആ വിധത്തില് ഈ കുറച്ചൊക്കെ ഈ കളക്ഷൻ വഴി ലഭിക്കും. അപ്പൊ ഇതിവിടെ ഞാനിപ്പോ ഈ അടുത്താണ് ഈ മർത്തോമ സഭയെ കുറിച്ച് ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ കാണിച്ച 26ഓളം രേഖകൾ ഇതിനകത്തുനിന്ന് എടുത്ത് നിങ്ങൾക്കത് പരിശോധിക്കാൻ പറ്റും. പിന്നെ കളക്ഷനിൽ ഇപ്പൊ എടുത്തു പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ നേരിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളതാണ്. ഇതിനകത്ത് കളക്ഷനുകൾ ഇതിനധികം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പദ്ധതി ഈ അടുത്താണ് ആരംഭിച്ചത്. തൊഴിലാളി ദിനപത്രം എന്ന പേരിൽ 1960കളിൽ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയൊരു പത്രത്തിന്റെ അതിന്റെ 130ഓളം ലക്കങ്ങൾ ഇതിനകം കണ്ടെടുത്ത് ഇപ്പം ഡിജിറ്റൈസ് ചെയ്ത് ലഭ്യം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തില് ഈ സൈറ്റ് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം രേഖകൾ ലഭിക്കുകയും അത് നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സൈറ്റിൽ തന്നെ പിന്നെ എടുത്തു പറയാനുള്ളത്, കമ്പനിയുടെ വെബ്സൈറ്റ്, ഈ ഫൗണ്ടേഷൻ എന്നുള്ളതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സൈറ്റ് കിട്ടും. അപ്പോൾ കമ്പനിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അവിടെ ആക്കിയിട്ടുണ്ട്. കമ്പനിയുടെ വിവിധ പദ്ധതികൾ, അതിൻ്റെ ഒരു ചെറിയ ചരിത്രം, പിന്നെ അതിൻ്റെ ഗവേണിംഗ് ബോർഡിലുള്ള ആളുകൾ, പിന്നെ 2 രജിസ്ട്രേഷൻ സെന്ററിലും ജോലി ചെയ്യുന്ന പ്രവർത്തകർ. ഇങ്ങനെ കമ്പനിയെ കുറിച്ചുള്ള വിശദാംശങ്ങളോട് ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകം സൂചിപ്പിച്ചു, ഇതില് രേഖകൾ, കമ്പനി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള സഹായത്താലാണ് ഫൗണ്ടേഷൻ നിലനിൽക്കുന്നത്. അപ്പൊ അതിന് ഈ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ 2 വിധത്തിലാണ് പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നത്. ഒന്ന്, ഈ പറയുന്ന മാതിരി രേഖകൾ അടച്ചു സൂക്ഷിച്ചു വെക്കാതെ അത് ഡിജിറ്റൈസ് ചെയ്ത് എല്ലാവർക്കും ലഭ്യമാക്കാനായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുക. അതാണ് ഒരു പ്രധാന സംഗതി. ഡിജിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നിങ്ങളായിട്ട് പണം മുടക്കേണ്ട കാര്യമില്ല. ഡിജിറ്റൈസേഷൻ സൗജന്യമാണ്. പക്ഷെ അതിന്റെ അർത്ഥം പ്രൈവറ്റ് ആയിട്ട് ഡിജിറ്റൈസ് ചെയ്യും എന്നുള്ളൊരു നിലപാട് ഫൗണ്ടേഷൻ ഇല്ല. കാരണം അത് ഫൗണ്ടേഷന്റെ ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ അതാണ്. നമുക്ക് രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് സൗജന്യമായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷന്റെ
പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. അതുകൊണ്ട് പ്രൈവറ്റ് ഡിജിറ്റൈസേഷൻ ഇല്ല. ആം, പിന്നെ അപ്പൊ അത്രയാണ് ഈ വിഷയത്തിൽ എനിക്കിപ്പം പറയാനുള്ളത്. അപ്പൊ ഞാനതെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ തുടരാവുന്നു. ഓക്കെ, താങ്ക് യു ഷിജു അലക്സ് സാർ. നമുക്ക് ചർച്ചയുടെ സമയത്ത് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ചർച്ചയ്ക്ക് മുൻപായിട്ട് സാധാരണ രീതി അനുസരിച്ച് അനൗൺസ്മെന്റ്സ് ഉള്ളത് ഇടയ്ക്ക് അറിയിക്കുന്നതാണ്. അഡ്മിന്മാരിൽ ഒരാളായി വി ഐ ജേക്കബ് സാർ ഇപ്പോൾ അനൗൺസ്മെന്റ്സ് ഉള്ളത് ഇപ്പോൾ അറിയിക്കുന്നതാണ്. തുടർ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് വളരെ വേഗത്തിൽ ചർച്ച ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ, ചർച്ചയ്ക്കുള്ള വിഷയങ്ങൾ സംസാരിക്കാവുന്നതാണ്. അനൗൺസ്മെന്റ് ഉള്ളത് നിർത്തിക്കൊള്ളട്ടെ. നമ്മുടെ അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആണ്. നമ്മുടെ 230ാമത് ലൈവ് വെബിനാർ അടുത്ത ശനിയാഴ്ച ഡിസംബർ 14-ാം തീയതി രാത്രി പതിവ് പോലെ 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ സംബന്ധിച്ചുള്ള വിവിധ വിശദമായ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരെയും അടുത്ത വെബിനാറിലേക്ക് സന്തോഷത്തോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് തുടർന്ന് ചർച്ചയ്ക്കുള്ള അവസരമാണ്. സംശയമുള്ളവർ, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ദയവായിട്ട് ചോദിക്കുക. ഇപ്പോൾ വിൽസൺ കരിമ്പന്നൂർ സാറ് ഇപ്പോൾ ചോദിക്കുന്നതാണ്. എനിക്ക് ഇന്നത്തെ ഈ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഷിജു അലക്സ് സാറിനോട് വലിയ ബഹുമാനമാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ഞാൻ വളരെ വർഷങ്ങളായി. എന്നാൽ അതിനു മുമ്പേ അദ്ദേഹം ആരംഭിച്ച ഗ്രന്ഥപുരയിൽ നിന്ന് ഞാൻ പല ഡേറ്റകളും അല്ല ചരിത്ര സംഗതികളും ഞാൻ എടുത്ത് എൻ്റെ റൈറ്റപ്പുകളിലും ആർട്ടിക്കിളുകളിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഒരു കൃത്യമാണ് ഈ ഷിജു അലക്സ് സാറ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഗ്രന്ഥം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കാൻ വരാത്ത, നികത്താനാത്ത നഷ്ടമെന്ന് പറയുന്ന രീതിയിലുള്ള നഷ്ടമാണ്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഒത്തിരി ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അത് കേരളത്തിന്റെ ഭാഷയും കേരളത്തിന്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ ആദ്യ ഗ്രന്ഥമാണ്. അതുപോലുള്ള ഗ്രന്ഥങ്ങള് നമുക്ക് നെറ്റിന്റെ തടസ്സമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ ലഭിച്ചതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. അതുപോലെ വലിയ മഹത്തായ ഒരു കൃത്യമാണ് ബഹുമാനപ്പെട്ട ഷിജു അലക്സ് സാർ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ അറിയാവുന്ന മലയാളികൾ വളരെ വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. കാര്യം അതിനെപ്പറ്റി മനസ്സിലാക്കിയവർ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കാര്യമായ പിന്തുണ ലഭിക്കാതെ പോകുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ്. എന്നാലും ചെയ്യുന്ന വലിയ മഹത്തായ കർത്തവ്യത്തിനെ അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ ഈ വിഷയം അവതരിപ്പിച്ചതിൽ ഒത്തിരി സംശയങ്ങൾ ദൂരീകരിക്കുവാനും സാധിച്ചു. എനിക്ക് 1-2 ചോദ്യങ്ങളുള്ള ഞാൻ ചോദിച്ചോട്ടെ. ഒന്നാമതായിട്ട് സാർ പറഞ്ഞു മാർത്തോമാ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ തീരെ കുറവാണ് സാറിന് ലഭിച്ചത്. സ്വന്തമായ ശ്രമമായിട്ട് ഏകദേശം 25 ഗ്രന്ഥങ്ങള് മാത്രമേ ഈ രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യുവാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സഭയുടെ നേതൃത്വ ഭാഗത്തു നിന്നോ സഭയുടെ സെമിനാരിയിൽ നിന്നൊന്നും കാര്യമായ സപ്പോർട്ട് ലഭിക്കുന്നില്ലയോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബ സഭയുടെയും ആൾക്കാർ മുന്നോട്ട് വന്ന് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള പുസ്തകങ്ങളിൽ വളരെ പുരാതനമായ പുസ്തകങ്ങളൊക്കെ ഉള്ളവർ 1836 പ്രസിദ്ധീകരിച്ച
1936 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങൾ പോലും ഇപ്പം പലതും കിട്ടാനില്ല. അപ്പൊ ഈ സാഹചര്യം വിൽസൺ സാർ ലെഫ്റ്റ് ആയെന്നാ തോന്നുന്നത്. ആ, ഞാനൊരു കാര്യം ചെയ്യാം. സാറ് പറഞ്ഞ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി സഭയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിനകത്ത് താല്പര്യം എടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. മറ്റുള്ള സഭയിലെ ആളുകള് അത് ചെയ്യണം, സംരക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിൽ മുൻപോട്ട് വന്നു. എന്നാൽ മൊത്തം സഭയിൽ അത് ഉണ്ടായിട്ടില്ല. അതിന്റെ മൂലകാരണം ഒരു പക്ഷെ മാർത്തോമാക്കാർക്ക് പൊതുവെ ഒരു ചരിത്രബോധം കുറവായതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ വിൽസൺ ചോദിക്കുന്നത് ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ലഭിക്കുന്നതിന് സഭയുടെ ഭാഗത്ത് ഇപ്പൊ എന്റെ ഒരു ഉത്കണ്ഠ, ഞാൻ 1936 എഴുതിയ മീൻസ് TC ചാക്കോ സാർ എഴുതിയ മലങ്കര മാർത്തോമാ സഭാ സംഗ്രഹം എന്ന് പറയുന്ന പുസ്തകം കോട്ടയം സെമിനാരിയിൽ ഉണ്ടെന്നറിഞ്ഞ് അത് ഒന്ന് കാണുവാനായിട്ട്, അവിടെ സെമിനാരിയിലെ പുസ്തകങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴ് ആ പുസ്തകം അവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അതുപോലെ അനവധി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം അതിന്റെ പുതിയ പതിപ്പുകൾ ഇറങ്ങി. അതാണ് ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം. അതിനകത്ത് കാര്യമായ തിരുത്തലുകൾ വന്നു. ഒറിജിനൽ ഗ്രന്ഥകർത്താവ് എഴുതിയ വാക്കുകൾക്ക് പകരം വാക്കുകൾ വെച്ച് പ്രസിദ്ധീകരിച്ചു. അപ്പോ ഒരു തന്ത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളൊരു വിഷമമുണ്ട്. അതും ഇതിനോട് ചേർന്ന് ചർച്ച ചെയ്യേണ്ടിയ ഒരു വിഷയമാണെന്നുള്ളതാണ് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന വളരെ ശുഷ്കമായ അംഗങ്ങളെ ഇപ്പം പങ്കെടുക്കുന്നെങ്കിൽ പോലും മാർത്തോമാ സഭയിലെ പ്രശസ്തരായ പല വ്യക്തികളും അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ സെമിനാരിയിലെ പുസ്തകങ്ങൾ പോലും മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുകയും പുനഃപ്രസിദ്ധീകരണങ്ങളിൽ പല വാക്കുകളെ മാറ്റി അച്ചടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട്. അതുകൊണ്ട് ഉള്ള പുസ്തകങ്ങൾ എത്രയും വേഗം ഡിജിറ്റൈസ് ചെയ്യപ്പെടുവാനായിട്ട് സഭാ നേതൃത്വവും സഭയുമായിട്ട് ബന്ധപ്പെട്ടവരും ശ്രമിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നോട് ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആണല്ലോ ഇപ്പം കേരള ഗവൺമെന്റിന്റെ ഒരു സഹായം ഇതിനകത്ത് ലഭിക്കുന്നുണ്ടോ? ഗ്രാന്റുകൾ ലഭിക്കുന്നുണ്ടോ? അത് ലഭിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതല്ലേ? കാര്യം ഗവൺമെന്റിന് ഒരു സംസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായ പ്രവർത്തനമാണല്ലോ ഇതിലൂടെ ചെയ്യുന്നത്. അതാ ഒരു ചോദ്യം. മൂന്നാമതൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ ഡിജിറ്റൈസ് ചെയ്യുമ്പം പ്രൈവറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാം. കാരണം നമ്മളത് ചെയ്യുമ്പം എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടണമെന്ന്. എന്നാൽ ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് കുടുംബചരിത്രം, ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടേണ്ടതാണ്. കിട്ടിയാൽ മതിയെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് അവരിൽ നിന്ന് കൈപ്പറ്റിയിട്ട് അവർക്കത് ചെയ്തു കൊടുത്താൽ ഈ പ്രസ്ഥാനത്തിന് അത് സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിന് ഒരു കാരണമാകുകയില്ലേ? അതും എൻ്റെ ഒരു സംശയമാണ്. ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം, അതായിരിക്കും നല്ലത്. ഞാനത് ആദ്യം സൂചിപ്പിച്ചത് മാതിരി ഇതെല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ അതിന്റെ ഒരു പൊതുവായ ഒരു ഇതായിട്ട് ഈ പ്രൈവറ്റായിട്ട് ചെയ്ത് വെക്കുന്നതിന്റെ ഒരു ഞാൻ വേണമെങ്കിൽ അത് ബൈബിളിൽ തന്നെ കോട്ട് ചെയ്യാം. ഈ മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ സഭ നേരിട്ടോ വ്യക്തികൾ നേരിട്ടോ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരാനുള്ള വഴികള് ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഗവേഷണത്തിൽ ഞാൻ ആദ്യം ചില രേഖകൾ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നോക്കിക്കേ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ആദ്യകാലം അച്ചടി രേഖകൾ മൊത്തം പുറത്തെത്തി. അപ്പം അതൊക്കെ കാലക്രമേണ ഇല്ലാതാകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ. അതാണ്. അതിന് മുമ്പ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വ്യക്തിഗത രീതിയിൽ ഈ പദ്ധതി നടത്തിയിരുന്നപ്പോൾ ഗവൺമെന്റ് ആ വിധത്തിലുള്ള സഹകരണം ഉണ്ടായിരുന്നില്ല. അതൊരു ചുരുക്കത്തിൽ
ഇഗ്നോർ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല. പക്ഷെ ഈ കമ്പനിയായി മാറിയതിനു ശേഷം ഇപ്പോൾ ചില പ്രത്യേക ചർച്ചകൾ നടക്കുകയും ചില കൊളാബറേഷനുള്ള സാധ്യതകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അടുത്തത് BI ജേക്കബ് സാറാണ് ചോദിക്കുന്നത്. താങ്ക് യു ഷിജു അലക്സ് സാറ്. ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഒരു ചിന്ത, ഭാവിയിൽ ഒരു കുറെ വർഷങ്ങൾ കഴിയുമ്പം ഈ ബുക്സ് നമ്മളിപ്പോൾ കാണുന്നുള്ള ഫിസിക്കലായിട്ടുള്ള ബുക്സ് തന്നെ അപ്രത്യക്ഷമായിട്ട് എല്ലാം ഡിജിറ്റൽ ഒരു സംവിധാനത്തിലേക്ക് മാറും എന്നുള്ളതാണ്. ബുക്കം വായിക്കുന്ന ഒരു പരിപാടി തന്നെ ഇല്ലാതായി ഇങ്ങനെയൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. എനിക്കുള്ള ചോദ്യം, നമ്മുടെ കയ്യിൽ ഒരു പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം? അതുപോലെ പഴയ പഴയ റെക്കോർഡുകളൊക്കെ ഉണ്ട്, ചേപ്പേഡുകൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇങ്ങനെ അതിന്റെ ഫോട്ടോ ഒക്കെ കാണാം. അതൊക്കെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതേ പറഞ്ഞേ, ഈ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള രേഖകളുമായിട്ട് ഞങ്ങളെ സമീപിക്കുക. ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇതിനുവേണ്ടി പണം മുടക്കുക ഒന്നും ചെയ്യേണ്ട സംഗതി ഇല്ല. അപ്പൊ ആ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിക്കുക. അത് ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ രേഖകൾ അതേമാതിരി തിരിച്ചു തരും. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. രേഖകൾ ഡിജിറ്റൈസ് ചെയ്യാനുള്ളത് ഞങ്ങൾ ഏൽപ്പിക്കുക. കാരണം ഞങ്ങളുടെ കയ്യിൽ നേരിട്ട് കിട്ടാതെ ഡിജിറ്റൈസേഷൻ നടക്കത്തില്ലല്ലോ. അല്ല, അത് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്താണ്, അല്ലെങ്കിൽ അതിനുള്ള അതെ, ഇപ്പൊ ഒന്ന് തിരുവനന്തപുരത്ത്, ഞാൻ പറഞ്ഞില്ല 2 സെന്ററുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ബാംഗ്ലൂരിലും ഉണ്ട്. ഇപ്പൊ ഈ 2 സ്ഥലങ്ങളിൽ ഒരിടത്ത് അത് എത്തിക്കണം. അതേ ഇപ്പൊ നിലവിൽ വഴിയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സെന്ററുകൾ ആരംഭിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി. ഇപ്പൊ കോട്ടയത്തൊരു സെന്റർ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്നാൽ മതി. എന്തായാലും ഡിജിറ്റൈസ് ചെയ്യാനുള്ള രേഖ ഏതെങ്കിലും ഒരു സെന്ററിൽ എത്തിക്കണം, എന്നാലേ അത് നടക്കുകയുള്ളൂ. ഈ ഗോവിന്ദപിള്ള റെഫറൻസ് ലൈബ്രറി അല്ലേ? അല്ല, അവിടെ തിരുവനന്തപുരത്ത്. ശരി. ഓക്കെ. തുടർന്ന് നമ്മുടെ ബെന്നി പരിമണം സംസാരിക്കുന്നു. താങ്ക് യു ഷിജു അലക്സ് സാറേ. ഒരു ഒറ്റയ്ക്കൊരു വ്യക്തി 12 വർഷം ഈ ഒരു കാര്യം ചെയ്തു എന്ന് കേൾക്കുന്നത് തന്നെ വളരെ അത്ഭുതകരമാണ്. അതിനുശേഷമാണല്ലോ സാർ ഒരു ഫൗണ്ടേഷനൊക്കെ ആരംഭിച്ച്. പലപ്പോഴും നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മളാരും അതിൻ്റെ പുറകെ പോകാത്തിടത്ത് സാർ ഒരു പ്രത്യേക ഇച്ഛാശക്തിയുടെ പേരിൽ പുറകിൽ പോയി വളരെ വലിയൊരു വിജ്ഞാന ശേഖരത്തെ നമ്മളുടെയൊക്കെ മുന്നിൽ എത്തിച്ചതിന് പ്രാരംഭമായിട്ട് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. 1-2 കാര്യങ്ങൾ അറിയാനായിട്ടുള്ളത്, ഈ സാറ് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് പോകുമ്പോൾ ഇതിനകത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സാമ്പത്തികം ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൂടാതെ എന്തെങ്കിലും വെല്ലുവിളികൾ സാറിന് നേരിട്ടുണ്ടോ? ഇങ്ങനെയുള്ള രേഖകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ച രേഖകൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിൻവലിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും സാറിന് എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ അപ്രകാരമുള്ള രേഖകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അതിൽ നിന്ന് മാറണം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ ഏത് കാരണത്തിലും ആപ്പുകളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം പ്രകാരം ഗ്രന്ഥപുരയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആപ്പുകൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഈ പുസ്തകങ്ങളിലേക്ക് ഒരു വോയിസ് ട്രാൻസ്ലേഷന് വേണ്ടി സാറ് ശ്രമിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പം നടക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പം മനോരമ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കിപ്പോൾ വായിക്കാൻ സമയമില്ലെങ്കിൽ അത് നമ്മളെ കേൾപ്പിച്ചു തരും. അങ്ങനെ എന്തെങ്കിലും കാര്യം ഈ ഗ്രന്ഥപുരയുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഈ ചരിത്രരേഖകൾ, അന്ന് പുറപ്പെടുവിച്ച ശാസനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിളായി വായിക്കാനായിട്ടൊക്കെ ഉള്ള സംവിധാനമുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഈ സാറ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് പ്രൈവറ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി ഞാൻ സൈറ്റിൽ ഇതുവരെ നോക്കിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഒക്കെ ഇപ്പം ആധുനികമാണെന്നറിയാം. അതിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചോളുന്നു. താങ്ക് യു. ചോദ്യങ്ങള് കുറെ എണ്ണമായി. ഞാൻ റീകളക്ട് ചെയ്യുന്നത് ഓരോന്നായിട്ട് പറയാം. ഒന്ന്,
ഇതിന്റെ വെല്ലുവിളികള് ഇപ്പം ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ബാംഗ്ലൂരിലാണ് സെന്റർ തുടങ്ങിയത്. ഇന്ന് തൊട്ട് തന്നെ കേരളത്തിലെ പലയിടങ്ങളിൽ സെന്ററുകൾ തുടങ്ങാൻ സമ്മർദ്ദമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഏകദേശം 2 വർഷത്തോളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സെന്റർ തുടങ്ങിയത്. പക്ഷെ തിരുവനന്തപുരത്ത് തുടങ്ങിയതിന് ശേഷം ഇപ്പം കോട്ടയത്തും എറണാകുളത്തും സെന്ററുകൾ തുടങ്ങാനുള്ള ഈ സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പൊ കോട്ടയത്ത് ഒരു വലിയ ഗ്രന്ഥശേഖരമുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവര് സെന്റർ തുടങ്ങാൻ അവർക്ക് സമ്മതമാണ്. അതേപോലെ എറണാകുളത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. ഇപ്പൊ ഒരു സെന്റർ തുടങ്ങണമെങ്കിൽ അതിന്റെ ടെക്നോളജി ഏറ്റവും നല്ല നിലനിർത്തി ചെയ്യാൻ നല്ല ബുക്ക് സ്കാനറുകൾ വാങ്ങിക്കുക, പിന്നെ അതിൽ ജോലി ചെയ്യാൻ ഉള്ള 1-2 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം, അവർക്കുള്ള ശമ്പളം, അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ കുറച്ച് സംഗതികളുണ്ട്. അപ്പൊ ഈ ഒരു ഓരോ സെന്റർ തുടങ്ങാനും ഉള്ള ഈ ഒരു ഇനീഷ്യൽ കോസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം കേരളത്തിലെ പലയിടങ്ങളിൽ തുടങ്ങാനുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിലും തുടങ്ങാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം അതാ. അല്ലാതെ നമുക്ക് പ്രൊജക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതാണ് ഈ സെന്ററുകൾ തുടങ്ങാനുള്ള ഭീമമായ ചെലവ്. പിന്നെ ഇതിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം നിൽക്കുന്ന 2 പേരുടെ പിൻബലത്തിലാണ് ഇപ്പൊ നിലവിലുള്ള ഇതിന്റെ ഒരു സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അല്ലാതെ ഈ പൊതുജനത്തിന്റെയോ സർക്കാരുകളുടെയോ ഒന്നും ഒരു സഹകരണം ഇക്കാര്യത്തിൽ ഒന്നും ലഭ്യമായിട്ടില്ല. ഈ കേരളത്തിലുള്ള കമ്പനികളോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് ആളുകളോ ഒന്നും ഈ സംരംഭത്തെ സഹായിക്കാൻ മുൻപോട്ട് വന്നിട്ടില്ല. അപ്പം ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ജിസോയും കൈലാഷും തന്നെ നേതൃത്വം ഏറ്റെടുത്ത് പല ഇടത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്നാണ് ഇപ്പൊ 2 സെന്ററുകൾ തുടങ്ങിയത്. അപ്പൊ എല്ലാ കാര്യത്തിനും അപ്പൊ അവരെ മാത്രം ഈ നനഞ്ഞോടം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ പ്രോജക്റ്റ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഒരു പ്രധാന വെല്ലുവിളി അത് തന്നെയാ. പിന്നെ വേറൊരു ചോദ്യം എന്തുവായിരുന്നു? മൊബൈൽ ആപ്ലിക്കേഷൻ അങ്ങനെ ആ, എന്തെങ്കിലും മൊബൈൽ ഡെവലപ്പ് ആപ്പ്. അപ്പൊ ഈ ഗ്രന്ഥപുര ഡിജിറ്റൽ ആർക്കൈവ് ഞാൻ പറഞ്ഞില്ല, ഒരു സീരിയസ് ഡിജിറ്റൽ ആർക്കൈവാ. അത് നമുക്ക് ഈ ആപ്പുകളിലോ അല്ലെങ്കിൽ ഈ സത്യം പറഞ്ഞ മൊബൈലിൽ പോലും ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാനത് ഒരു ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് അതിനകത്ത് തന്നെ നേരിട്ട് പരിശോധിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം ഇതെല്ലാം ഹൈ ക്വാളിറ്റി സ്കാനറുകൾ ഉപയോഗിച്ചിട്ട് നല്ല നിലവാരത്തിൽ സ്കാൻ ചെയ്തെടുക്കുന്ന നല്ല സൈസുള്ള ഫയലുകളാണ്. ഇത് മൊബൈലിലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അത് സൈറ്റിൽ തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ആപ്പായിട്ടൊക്കെ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പരമാവധി നടക്കാവുന്ന ഒരു സാധ്യതയുള്ളത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മെറ്റാഡാറ്റ മാത്രമായിട്ട് എല്ലാവരും ഭാവിയിൽ ഒരു ആപ്പായിട്ട് വന്നേക്കാം. അല്ലാതെ ഈ ഫയലുകളൊന്നും ഒരു ആപ്പിൽ കൊടുക്കുന്നത് അതൊന്നും പ്രായോഗികമായ സംഗതികളല്ല. അത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേറൊരു ചോദ്യം ചോദിച്ചത് ഇതിന്റെ ഒരു ഓഡിയോ വീഡിയോ അങ്ങനത്തെ സംഗതികൾ. അപ്പൊ അത് ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ രേഖകള് ഹാർഡ് കോപ്പി ആയിരിക്കുന്ന രേഖകള് ഡിജിറ്റൈസ് ചെയ്ത് ഇമേജ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രാഥമിക സംഗതികളാണ് നടക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഡിജിറ്റലൈസ് ചെയ്യുന്ന പരിപാടി OCR ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ആ ടെസ്റ്റ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ പറയുന്നുള്ള ടെസ്റ്റ് ടു സ്പീച്ച്, ഓഡിയോ ഫയലുകൾ അങ്ങനത്തെ പരിപാടികൾ നടക്കത്തുള്ളൂ. അപ്പം അത് ചെയ്യാനുള്ള ഉപപദ്ധതികൾ ഇപ്പോൾ ഞങ്ങൾ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റുകളും OCR ഓടിച്ച് ടെസ്റ്റാക്കി മാറ്റാനുള്ള പരിപാടികളൊക്കെ ചർച്ച നടക്കുന്ന കാര്യങ്ങളാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ മെച്ചപ്പെടും. പക്ഷെ ഇപ്പൊ അറിയാം, ഇപ്പൊ 14,000-ഓളം രേഖകളുണ്ട്. ആ രേഖകളിലൊക്കെ ഈ സംഗതികൾ നടക്കണം. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. വേറൊരു ചോദ്യം എന്തായിരുന്നു? ഈ നമ്മുടെ തിരുവിതാംകൂർ രാജവംശമായിട്ടൊക്കെ ബന്ധപ്പെട്ട പഴയകാല രേഖകൾ അതൊക്കെ ഇത് ഗ്രന്ഥപുരയ്ക്കകത്ത് അവൈലബിൾ ആണോ? അതാ പറഞ്ഞത്. ഈ രേഖകളൊന്നും ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം രേഖകളും ഡിജിറ്റൈസ് ചെയ്ത് ലഭ്യമാകും. ഇതിനകം കിട്ടിയ സംഗതികളൊക്കെ ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രാവൻകൂർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഉണ്ട്. അതിനെ നോക്കിയാൽ കുറച്ചൊക്കെ കാണാം. പക്ഷെ ഈ രേഖകളൊന്നും നമ്മുടെ കയ്യിൽ എത്താതെ എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യാം?
അപ്പൊ ഈ രേഖകള് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ തിരുവനന്തപുരത്ത് സെന്റർ വന്നിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ഉള്ളവര് അതുമായിട്ട് സഹകരിച്ച് രേഖകൾ ഡിജിറ്റൈസ് ചെയ്യാൻ സഹകരിക്കുകയാണെങ്കിൽ ഈ രേഖകളൊക്കെ എത്തും. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള രേഖകളെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി നമുക്കില്ല. കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഡിജിറ്റൈസ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ഓക്കെ, താങ്ക് യു സർ. എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ കവർ ചെയ്തോ? താങ്ക് യു. അല്ല, ഈ സർക്കാരിന്റെ പ്രോജക്റ്റ് ഇല്ലേ ഡിജിറ്റൈസേഷൻ, അപ്പം ഇങ്ങനെ ചില രേഖകളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നില്ല. കാരണം സർക്കാർ ചെയ്യുന്ന ഒന്നും പുറത്തു വരുന്നില്ല, അവർ തന്നെ എടുത്തോട് വെക്കുക. പിന്നെ ഇതിന്റെയൊക്കെ ഗുണനിലവാര പ്രശ്നങ്ങളും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ഡിജിറ്റൈസേഷന്റെ. അപ്പൊ ആ വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ചെയ്ത് ആളുകൾക്ക് അത് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ ലഭ്യമാക്കുന്നു. അല്ലാതെ ഈ മറ്റ് സർക്കാർ ചെയ്യുന്നതിനെയൊക്കെ ഞാൻ കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് തുടർന്ന് ഡോക്ടർ എബ്രഹാം അത്യാലച്ചൻ അച്ഛൻ ഇപ്പം സംസാരിക്കുന്നു. താങ്ക് യു. ഒരു ചെറിയ ചോദ്യമാണ്. ഞാൻ തിയോളജിക്കൽ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ ഇന്ത്യയിലുള്ളതായ തിയോളജിക്കൽ ലൈബ്രറീസ് ഒക്കെ, അതിലെ ബുക്സ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് അവൈലബിൾ ആക്കിയിട്ടുള്ള ലൈബ്രറീസിനെ കുറിച്ച് അറിയാമോ? ലൈക്ക് ഇപ്പം ധർമാറാം, അവിടെയൊക്കെയുള്ള ബുക്സ് ഡിജിറ്റലൈസ്ഡ് ആണ് എങ്കിൽ അത് ആക്സസ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ്. അങ്ങനെയുള്ളതായ അമേരിക്കയിലൊക്കെ ധാരാളം അങ്ങനെയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള എത്ര ലൈബ്രറീസ് ഡിജിറ്റലൈസ്ഡ് ആണെന്ന് അറിയാമോ? അങ്ങനെ വിശദമായിട്ട് അറിയത്തില്ല. പക്ഷെ ഈ ധർമാരാമിലുള്ള തിയോളജിക്കൽ ബുക്സ് ഒക്കെ ഇപ്പൊ ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട്. അതറിയാം. അല്ലാതെ മറ്റ് ലൈബ്രറികളുടെ കാര്യം അങ്ങനെ അറിയത്തില്ല. അതൊക്കെ അവൈലബിൾ അതിനെന്നാ പ്രത്യേകം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ? വേണ്ട അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യണ്ട. നമ്മുടെ ആ ഗ്രന്ഥപുര സൈറ്റിൽ പോയിട്ട് ധർമാരാം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കളക്ഷൻ മൊത്തം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. താങ്ക് യു. ഉദാഹരണത്തിന് കളക്ഷൻസിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടോ, ധർമാരാം കോളേജ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധർമാരാം എന്ന് വരുന്ന പുസ്തകങ്ങളൊക്കെ കാണാം. ഇപ്പൊ ഇതിനകം 747 രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. അല്ല, അമേരിക്കയിലെ ചില ലൈബ്രറീസ് ഒക്കെ ഒരു ആനുവൽ ചാർജ് ഉണ്ട്. അതങ്ങനെ നമ്മളത് പേ ചെയ്ത് ആണെങ്കിൽ മാത്രമേ നമുക്കത് അവൈലബിൾ ആക്കാൻ ആകുള്ളൂ എന്നാ കേട്ടിട്ടുള്ളത്. ഇത് ഫ്രീ ആയിട്ട് സാധിക്കുമല്ലേ ധർമാരാമിലെ ബുക്സ്? ധർമാരാം അത് നമ്മൾ CMHമാരായിട്ടുള്ള അഗ്രിമെന്റ് അങ്ങനെ അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം. ഈവൻ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങൾ പോലും അവർ സൗജന്യമായിട്ട് തന്നെയാണ് ലഭ്യമാക്കുന്നത്. കാരണം അവര് എന്റെ അഭിപ്രായത്തിൽ നമ്മളെക്കാളും മുൻപേ ചിന്തിക്കുന്നവരാ. ഈ ഒരു ഡിജിറ്റൈസേഷന്റെ പ്രാധാന്യവും ഒക്കെ കരഞ്ഞാവുന്ന സഭ മൊത്തമായിട്ട് ഇത് ഡിജിറ്റൈസ് ചെയ്ത് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വന്നത് തന്നെ അതൊരു വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തയുള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഒരു സാധാരണ സംഗതികൾ ഈ പറഞ്ഞ ഒരു പേവാളിന് കീഴൊക്കെ ഇത് കൊടുക്കാറുള്ളൂ. ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. ഇതിനോട് ചേർന്നുള്ള വേറൊരു ചോദ്യം, ഈ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇത് ചില ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരികയില്ലേ? ഉദാഹരണമായിട്ട് പ്രിന്റിങ്ങിന്റെ ആവശ്യം ഇപ്പം ഒരു കോപ്പി ഉണ്ട് എങ്കിൽ അതങ്ങ് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടും. അപ്പോഴ് നമ്പർ ഓഫ് കോപ്പീസ് ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ചില റിസ്ക് ഒക്കെ ഇതിനകത്ത് കാണുകയല്ലേ? ജനറൽ ആയിട്ടില്ല. കാരണം ഇതിപ്പം ഒരു 10-30 വർഷങ്ങളായിട്ട് കേൾക്കുന്നത് ഈ കമ്പ്യൂട്ടർ വന്നതോടുകൂടി പുസ്തകങ്ങൾ മരിക്കുന്നു, അച്ചടിയുടെ ഇത് കുറയുന്നു എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പുസ്തകങ്ങൾ അച്ചടിക്കുകയും ഇത് ചെയ്യുന്നില്ല. പിന്നെ ഡിജിറ്റൈസ് ചെയ്തത് കൊണ്ട് ഒരു പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് അപ്പോഴും ചെയ്യാവുന്നതാണ്. ഡിജിറ്റൈസ് ചെയ്ത് പുസ്തകങ്ങളും പുനഃപ്രസിദ്ധീകരിക്കാം. കാരണം പുസ്തകം ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ കരുതുന്ന ആളുകളും അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു തടസ്സമല്ല. ഡിജിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ആ പുരാരേഖ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്.
താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സമയം അതിക്രമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ ഷിജു അലക്സാറിനെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് മാതൃഭൂമിയുടെ MBIFL ഫെസ്റ്റിവൽ വെച്ചാണ്. ഓ നിങ്ങളുടെ ടീം, ഉം, ഞാൻ റെഗുലറായിട്ട് അതിൽ സംബന്ധിക്കുന്ന ഒരാളാണ്. ഉം, ഞാനത് ഓർത്തെടുക്കുകയായിരുന്നു സാറിനെ എവിടെ വെച്ചാ നേരിട്ട് കണ്ടതെന്നുള്ളത്. ഉം. അതെ ഓക്കെ, അതെ. അന്നത്തെ സെഷനൊക്കെ വളരെ ആളുകളെ പ്രചോദനം നൽകുന്ന സെഷനൊക്കെ ആയിരുന്നു. ഉം. ഓക്കെ, താങ്ക് യു. സാറിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് അവസരം ലഭിച്ചല്ലോ. ഇപ്പോൾ ഔദ്യോഗികമായ നന്ദി അഡ്മിൻ കൂടിയായ ബെന്നി തോമസ് പരിമണം അറിയിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 229ാമത്തെ സെഷനിൽ മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഡി സുനിലച്ചൻ, ഇന്ന് നമുക്ക് മെയിൻ ടോക്ക് നൽകിയ പ്രിയപ്പെട്ട ഷിജു അലക്സ് സാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന ഏവരുമേ, ഇന്ന് നമ്മുടെ 229ാമത്തെ സെഷനാണല്ലോ സമാപിക്കുവാനായിട്ട് പോകുന്നത്. വളരെ അനുഗ്രഹീതമായി കഴിഞ്ഞ നാളുകളിൽ എല്ലാ ശനിയാഴ്ചകളിലും മുടങ്ങാതെ ഇത് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ അളവറ്റ കൃപ നമ്മൾ വ്യാപരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി ദൈവിക കൃപയ്ക്ക് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് കാലം ആയതുകൊണ്ടായിരിക്കാം അച്ഛൻ പ്രാരംഭമായിട്ട് സൂചിപ്പിച്ചതുപോലെ ആളുകൾ കുറച്ച് കുറവായിരുന്നു ഇന്ന് നമ്മുടെ വെബിനാറിൽ. എന്നാൽ ഈ ഒരു ഡിജിറ്റൈസേഷനും അതിൻ്റെ ഗുണങ്ങളെ പറ്റി വളരെയധികം ആൾക്കാരിൽ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇന്ന് ഈ വ്യത്യസ്ത വിഷയം നമുക്ക് അവതരിപ്പിച്ചത് പ്രിയപ്പെട്ട ഷിജു അലക്സ് സാറാണല്ലോ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ സാറ് 12 വർഷം ഒരു വ്യക്തിയായിട്ട് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് സാറിൻ്റെ ചങ്കൂറ്റത്തെ ഒന്ന് സമ്മതിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഒരു പുലിയാണ്, അതായത് ഒരു മുൻപേ പറക്കുന്ന പക്ഷിയാണ്. വ്യത്യസ്ത ആശയങ്ങളുമായി ഇങ്ങനെ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇപ്രകാരമുള്ള പുരാതന ഗ്രന്ഥങ്ങൾ, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിലും ഒത്തിരി മുൻപേയുള്ള ആൾക്കാർ എഴുതിയ ഗ്രന്ഥങ്ങൾ, അന്നത്തെ മലയാള ഭാഷ, ആ ഭാഷയുടെ ശൈലി, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ നമുക്കൊരു പക്ഷേ മനസ്സിലാവുമായിരിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷ ആയിരുന്നില്ല ഒരു പക്ഷേ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളെ, രേഖകളെ, അതുപോലെ തന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ച നോട്ടീസ്, സിനിമാ പാട്ടുപുസ്തകം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമാ പാട്ടുപുസ്തകമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയുള്ള പാട്ടുപുസ്തകങ്ങളൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ നമുക്ക് മുൻപേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ അറിയിക്കുവാനായിട്ട് ഒരു സംരംഭം തുടങ്ങുകയും ഇപ്പോൾ അത് ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് എന്ന രീതിയിൽ ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സാറ് കാണിക്കുന്ന ഈ വലിയ ഒരു പ്രവർത്തന സന്നദ്ധയെ ഓർത്ത് ഞാൻ സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ കൂടെ സഹകരിക്കുന്നവരുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വിൽസൺ സാർ പറഞ്ഞതുപോലെ ഇന്ന് സാറിൻ്റെ ക്ഷണം സ്വീകരിച്ച ഈ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഈ വേദിയിൽ വന്ന് വളരെ വിപുലമായിട്ട് തന്നെ സാറിൻ്റെ പ്രവർത്തനത്തെ ഒരു സ്ലൈഡിൻ്റെ അകമ്പടിയോടുകൂടി അതിൻ്റെ ആരംഭം മുതൽ എല്ലാം വളരെ വ്യത്യസ്തമായി നമ്മളോട് വിവരിച്ചു തരികയും നമ്മൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി നമ്മളോട് സംവേദിക്കുകയും ചെയ്തതിനായി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലുമുള്ള നന്ദി ഈ സമയത്ത് സാറിനെ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഡി സുനിലച്ചനാണ്. സുനിലച്ചൻ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തിരക്കുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ ഇന്ന് എത്തിയല്ലോ. അതിന് കാരണം ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ അച്ഛൻ സ്നേഹിക്കുന്നു. അതുമാത്രമല്ല ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ അച്ഛന് ഒത്തിരിയധികം താല്പര്യമുണ്ട്. വിൽസൺ സാർ പ്രാരംഭമായിട്ട് സൂചിപ്പിച്ചതുപോലെ അച്ഛൻ കോവിഡ് കാലത്ത് ഇപ്രകാരം ഒരു ഓൺലൈൻ വെബിനാറുകൾ ആരംഭിക്കുകയും വളരെ പ്രഗത്ഭരെ കൊണ്ടുവന്ന് ഈ വെബിനാറുകൾ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്രകാരം ബോധന എന്ന് പറയുന്ന ഒരു ലേ ട്രെയിനിങ് കൂട്ടായ്മ അച്ഛൻ ആരംഭിക്കുകയും ഇടക്കാലത്ത് അത് മുടങ്ങിപ്പോവുകയും എന്നാൽ ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ സ്റ്റഡി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഈ കാര്യങ്ങളിലൊക്കെ ഒത്തിരിയധികം ഇഷ്ടമുള്ള വ്യക്തിയാണ്. നല്ലൊരു അധികം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ തൻ്റെ അറിവുകൾ മറ്റുള്ളവരുമായി
പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡികളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ഇപ്പോൾ അച്ഛൻ മരക്കുളം സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരിയാണ്, കൊല്ലം ജില്ലയിലുള്ള. അച്ഛന് ഇതുപോലെ ഈ ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വേദിയിൽ സമയം കണ്ടെത്തി വളരെ ഭംഗിയായി ഇത് മോഡറേറ്റ് ചെയ്യുവാനായിട്ട് അച്ഛന് സാധിച്ചു. പ്രത്യേകിച്ച് അച്ഛൻ പ്രാരംഭമായി പറഞ്ഞത് എന്താണ് ഡിജിറ്റൈസേഷൻ എന്ന് അച്ഛന് അറിവില്ല എന്ന് പറഞ്ഞ അച്ഛൻ ആ ഒരു ഡിജിറ്റൈസേഷനെ പറ്റി ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് വളരെ സരളമായി എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആമുഖമായി സംസാരിക്കുകയുണ്ടല്ലോ. അത് അച്ഛൻ്റെ ഒരു താല്പര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അറിയാത്ത കാര്യങ്ങളെ കൂടുതൽ അറിയുവാനായിട്ടുള്ള അച്ഛൻ്റെ താല്പര്യം. ഇന്നും സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പം പങ്കെടുക്കുകയും വളരെ ഭംഗിയായി മോഡറേറ്റ് ചെയ്യുകയും ഒക്കെയും ചെയ്തതിനുള്ള നന്ദി ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് ഗാനം ആലപിച്ചത് ശ്രീ അരുൺ ഫിലിപ്പും കുടുംബവുമാണ്. അരുൺ ഫിലിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അരുൺ ഫിലിപ്പ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെയാണ് ഈ സൗഹൃദം പുതുക്കാനായിട്ട് ഇടയായത്. അതിനൊരു കാരണമായത് ഈ ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വേദിയാണ്. വിൽസൺ സാറ് പറഞ്ഞതുപോലെ അരുൺ ഷാർജ മാർത്തോമ ഇടവക അംഗമാണ്. ഇന്നലെയാണ് ഷാർജയിൽ നിന്നും വളരെ ചുരുങ്ങിയ ഒരു അവധിക്ക് നാട്ടിൽ ഇന്ന് രാവിലെ എത്തി. ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും കുടുംബമായി അരുൺ രചിച്ച ഈ കഴിഞ്ഞ മരുഭൂമിയിലെ മാരാമണിൽ പ്രസിദ്ധീകരിച്ച ആ ജനങ്ങൾ ഏറ്റുപാടിയ ഗാനം ഇന്ന് നമ്മൾക്ക് വേണ്ടി പാടുകയുണ്ടായല്ലോ. അരുണിനോട് ഒത്തിരിയധികം സന്തോഷമുണ്ട്. പ്രകാരം കൂടുതൽ ഗാനങ്ങൾ അരുണിന്റെ തൂലികയിൽ നിന്നും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ കൂടുതലായി പങ്കാളികളാകട്ടെ, കുടുംബമായി പങ്കാളികളാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അരുണിനോടും കുടുംബത്തോടുമുള്ള ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് നേർന്നു നൽകിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറാണ്. ഇപ്രകാരമുള്ള എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും ഒരു മടി കൂടാതെ ലൈറ്റഡ് ടു ലൈറ്റന്റെ വേദികളിൽ വന്ന് സാറ് പ്രാർത്ഥിക്കാറുണ്ട്, പാടാറുണ്ട്, നമ്മുടെ വെബിനാറുകൾക്ക് നേതൃത്വം നൽകാറുണ്ട്, ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ സജീവമായ ഒരു അംഗമാണ്. സാറിനോട് ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ അനൗൺസ്മെന്റ് നേർന്നു നൽകിയത് VI ജേക്കബ് സാറാണ്. ഇതിന്റെ അഡ്മിൻ കൂടിയാണ് സാറ്. സാറിനുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിൽസൺ കരിമന്നൂർ സാറിന്റെ ഒരു താല്പര്യവും അതുപോലെ തന്നെ സാറിന്റെ ഒരു കഠിന പ്രയത്നമാകുന്നുവല്ലോ ഈ ലൈറ്റഡ് ടു ലൈറ്റൺ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് സാറിപ്പോൾ കേരളത്തിലാണ്, ഇന്നലെ കേരളത്തിലെത്തി. അതുകൊണ്ട് നെറ്റിന്റെ ചില പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ വാക്കുകളൊക്കെ മുറിയുവാനായിട്ട് ഇടയായത്. എങ്കിലും വളരെ താല്പര്യത്തോടു കൂടി ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സാറ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അഡ്മിന്മാരിൽ പ്രധാനിയാണ്. സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ മറ്റ് അഡ്മിന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പതിവ് പോലെ സൂം ഒരുക്കി തന്നത് ശ്രീ ജോസ് മാത്യു ആണ്, നെരൂൾ മാർത്തോമ ഇടവാങ്ങുമാണ്. ഇത്രത്തോളം കാലം ജോസ് മാത്യു ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തരുന്നല്ലോ, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പല അച്ഛന്മാരും പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇതിന്റെ ചർച്ചകളിൽ പങ്കെടുത്തവർ, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചവർ, ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ അതിന്റെ അറിവുകൾ ഇതിൽ പങ്കെടുക്കുന്ന മറ്റു പലർക്കൂടെയാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ മനസ്സുകളിലും വന്ന ചോദ്യമായിരിക്കാം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചവർ അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവർ, അതിലെല്ലാം ഉപരി ഈ ക്രിസ്മസ് കാലയളവിലും മറ്റു പരിപാടികളൊക്കെയും മാറ്റിവെച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. രാജുവഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ 229ാമത്തെ ഈ വെബിനാറിൽ ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തൊരു വിഷയം കേൾക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും തക്കണം അവിടെ നിങ്ങളോട് കരുണ ചെയ്തല്ലോ. ഞങ്ങളോട് സംസാരിച്ച ഷിജു സാറിന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പുതിയ അറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിനും പ്രയോജനകരമാക്കി തീർക്കുവാൻ തക്കണം അവിടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈറ്റഡ് ടു ലൈറ്റൺ ഗ്രൂപ്പിലെ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിന്മാരെയും അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവരുടെ സ്ഥിരോത്സാഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളുടെ വെബിനാറുകളൊക്കെ അവിടുത്തെ നാമോഹത്തിനാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മെല്ലാവരോടും കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.